ഡോക്ടർ അരുൺ എന്തിനെക്കുറിച്ചാണ് എന്ന് സംശയം പ്രകടിപ്പിച്ചുകൊണ്ടാണ് എന്നെ ഇങ്ങോട്ട് ക്ഷണിച്ചത്. സിനിമയെക്കുറിച്ച് തന്നെയാണ്. വാസ്തവത്തിൽ അതിനെക്കുറിച്ച് സംശയം ഉണ്ടാവേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. കാരണം ഞാനൊരു പഠനം സർക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. അത് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടോ, എത്ര പേര് വായിച്ചിട്ടുണ്ട് എന്ന് അറിയാൻ എനിക്ക് താല്പര്യമുണ്ട്. എത്ര പേരത് വായിച്ചു? ഇപ്പോൾ ആ ഒരു പഠനം, ജെനി റൊവേനയുടെ പഠനം എത്ര പേര് വായിച്ചിട്ടുണ്ട്? എല്ലാവരും കിട്ടിയിട്ടുണ്ടോ? എല്ലാവരും കിട്ടിയിട്ടുണ്ട്. ശരി. എനിക്ക് സമുദായത്തെ മാനിക്കേണ്ടേ, നീലക്കുയിലും പുരോഗമന കേരളവും എന്ന ജെനി റൊവീനയുടെ ഒരു പഠനമാണ് ഞാനിവിടെ സർക്കുലേറ്റ് ചെയ്തത്. ഇവിടെ തെമ്മാടികളും തമ്പുരാക്കന്മാരും എന്ന പുസ്തകത്തിൽ നിന്നാണ് എടുത്തത്. 62 കൊല്ലം മുമ്പ് ഇറങ്ങിയ ഒരു സിനിമയാണ് നീലക്കുയിൽ. ഞാൻ ജനിക്കുന്നതിനും വർഷങ്ങൾ മുന്നേ, ഞാൻ 61 ജനിക്കണം, 54 ഈ പടം വരുന്നത്. ഇന്നത്തെ എനിക്കൊക്കെ ഇപ്പോഴും കണ്ട് ആസ്വദിക്കാൻ സാധിക്കുന്ന ഒരു പടമാണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഇന്നത്തെ ഒരു ജനറേഷന് അത് എത്രത്തോളം ആസ്വദിക്കാൻ പറ്റുമെന്ന് എനിക്ക് സംശയമുണ്ട്. പലരും കണ്ടിട്ടുണ്ടാവില്ല. നീലക്കുയിൽ കണ്ടിട്ടുള്ളവർ, ഓർമ്മയുള്ളവർ എത്ര പേരുണ്ട്? കുറച്ച് പേരെങ്കിലും ഉണ്ട്. അത് വളരെ ചുരുങ്ങിയൊരു ശതമാനമാണ് ശരിക്കും നീലക്കുയിൽ കണ്ടിട്ടുള്ളത്. ഇതിൻ്റെ ഒരു വിഷയം എന്താണെന്ന് പറഞ്ഞാൽ, ഇന്ന് ഈ പൊടിപിടിച്ച ഗ്രന്ഥങ്ങളും ഈ പൊടിപിടിച്ച റീലുകളുമൊക്കെ വാസ്തവത്തിൽ ചരിത്രകാരന്മാരുടെ സ്വത്താണ്, അക്കാഡമിക്സിന്റെ സ്വത്താണ്. നീലക്കുയിൽ ഇന്ന് വാസ്തവത്തിൽ ചരിത്രകാരന്മാരുടെ റിലമിലേക്ക് കടന്നുപോയ ഒരു സിനിമയാണ്. അതാണ് എൻ്റെ ഒരു വിഷയം. എന്തെന്ന് അത് എല്ലാ ഈ പഴയ പാഠങ്ങൾക്കും ഉള്ള ഒരു പ്രശ്നം, പഴയ പുസ്തകങ്ങൾക്കുള്ളൊരു പ്രശ്നം. ഇപ്പൊ കാന്റിനെ വായിക്കുക വളരെ വിഷമമാണ്. കാരണം അത് അവരുടെ ഭാഷയും അവരുടെ ഒരു വ്യവഹാര ശൈലി തന്നെയും ആധുനിക ലോകത്തിന്, ആധുനിക മനുഷ്യർക്ക് സംവദിക്കാൻ പ്രയാസമാണെന്നുള്ളതാണ്. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? അക്കാദമിക്കുകൾ ഇതിനെക്കുറിച്ച് പറയുന്നതാവുന്നു നമ്മുടെ പാഠം. ഇങ്ങനെ ഒരു വിഷയം പഴയ സിനിമകൾക്കുണ്ട്, പഴയ സാഹിത്യത്തിനുണ്ട്, എല്ലാ പഴയ വ്യവഹാരങ്ങൾക്കുമുള്ളൊരു പ്രശ്നമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇന്ന് നീലക്കുയിലിനെ കുറിച്ച് ഇന്ന് ഈ ജെനി റൊവീന എന്ന അക്കാഡമിക് പറയുന്ന ഈ സംഗതി ഞാൻ വിചാരിക്കുന്നത് നാളെ ഒരുപക്ഷെ, ഇന്ന് തന്നെയും ഒരുപക്ഷെ ആധുനിക അക്കാദമിക് വ്യവഹാരത്തിൽ നീലക്കുയിലിനെ കുറിച്ച് മനസ്സിലാക്കുന്നതിലെ ഒരു പ്രധാന ഘടകമായിരിക്കാൻ സാധ്യതയുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതാവാം അംഗീകരിക്കപ്പെട്ട പാഠം എന്ന് വിചാരിക്കുന്നു. ഇതൊരു നീലക്കുയിൽ എന്ന സിനിമയെക്കുറിച്ച് മാത്രമായിരുന്നെങ്കിൽ അതൊരു വിഷയമല്ല. കാരണം 64 കൊല്ലം മുമ്പുള്ളൊരു സിനിമ, അത് എടുത്തവർ പോലും അഭിനയിച്ചവർ പോലും ഇന്ന് അധികം പേര് ഭൂമിയിലില്ല. അങ്ങനെയുള്ളപ്പോൾ ഇതിനെക്കുറിച്ച് എന്ത് പറഞ്ഞാലെന്താ എന്നൊരു പ്രശ്നമുണ്ട്. പക്ഷെ ഇതിലൊരു പ്രശ്നമുള്ളത് കേരളീയ ആധുനികതയെക്കുറിച്ചുള്ള ഒരു വീക്ഷണമാണ് ഈ വിമർശനത്തിലൂടെ പുറത്തു വരുന്നത് എന്നുള്ളതുകൊണ്ടാണ്. കേരളീയ ആധുനികതയെ എങ്ങനെ വിലയിരുത്താം എന്നതിൻ്റെ ഒരു പാഠമാണ് ജെനി റൊവീനയുടെ ഈ പഠനത്തിൽ നാം കാണുന്നത്. അതുകൊണ്ടാണ് ആധുനികതയുടെ ഭാഗത്ത് നിൽക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ ഇതിനെ അഡ്രസ്സ് ചെയ്യാം എന്ന് വിചാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് സിനിമയെക്കുറിച്ചാണ്, പക്ഷേ കേവലം ഒരു സിനിമയെക്കുറിച്ചല്ല. ഇത് പ്രതിനിധീകരിക്കുന്ന കേരളീയ ആധുനികതയുടെ സ്വഭാവം എന്നതിനെക്കുറിച്ചാണ് എൻ്റെ ആകാംക്ഷ. അതുകൊണ്ട് തന്നെ പലപ്പോഴും സിനിമയുടെ വളരെ ഡീറ്റെയിലേക്കൊക്കെ നമ്മൾ പോകുമ്പോഴും ഈ അടിസ്ഥാന ത്രെഡ് നിങ്ങൾ മനസ്സിൽ വെക്കണം. എന്തിനാണ് ഇയാളിത് പറയുന്നത്, ഈ പഴയ സിനിമയെക്കുറിച്ച് ഇത്രയും വിശദാംശത്തിലേക്ക് പോകുന്നതെന്ന് ചോദിച്ചാൽ അതിലിങ്ങനെ ഒരു വിഷയമുള്ളത് കൊണ്ടാണ്. കാരണം അത് കേരളീയ ആധുനികതയുടെ ഒരു വിമർശനമാണ്. ഇതിൻ്റെ ഈ സിനിമയുടെ വിമർശനം എന്നത് കേരളീയ ആധുനികതയുടെ ഒരു വിമർശനമാണ് എന്ന് ഭവിക്കുന്നത് കൊണ്ടാണ് ഞാൻ ആ നിലയ്ക്ക് അതിനെ സമീപിക്കുന്നത്. ആധുനികതയുടെ വിമർശനവും അതിവിമർശനവും എന്ന ഒരു സബ് ഹെഡിങ് ഞാൻ അതിന് കൊടുത്തിട്ടുണ്ട്. ന്യായമായും കേരളീയ ആധുനികതയുടെ ഒരുപാട് സ്വഭാവങ്ങളെ വിമർശിക്കപ്പെടേണ്ടതുണ്ട്, തീർച്ചയായും വിമർശിക്കപ്പെടേണ്ടതുണ്ട്. പക്ഷെ അതിവിമർശനമാകുമ്പോൾ അത് പലപ്പോഴും കൗണ്ടർ പ്രൊഡക്റ്റീവാണ്. അതാണ് വിഷയം. മീരയുടെ ബ്രേക്കിംഗ് ദ സ്പെൽ ഓഫ് ധർമ്മ ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുള്ള ഒരു ചെറിയ പുസ്തകമാണ്. ഇതിലൊരു 3 ലേഖനങ്ങളാണ്.
കേരളത്തിൽ സ്വതന്ത്ര ഇന്ത്യയിൽ പ്രസ്ഥാനത്തിലുള്ളവരൊക്കെയും ബുദ്ധിമുട്ടിയാണെങ്കിലും വായിക്കേണ്ട ഒരു പുസ്തകമാണെന്ന് എനിക്ക് അഭിപ്രായമുണ്ട്. അതിലെ ഒരു കോട്ട്, അതിലെ ഈ ബ്രേക്കിംഗ് ദ സ്പെൽ ഓഫ് ധർമ്മ, അതിലെ ആ ഒരു കോട്ട് എടുത്തുകൊണ്ട് ഞാൻ ആരംഭിക്കുകയാണ്. ഈ കുറച്ച് ഭാഗം മാത്രമേ ഇംഗ്ലീഷിലുള്ളൂ. ജ്ഞാനോദയവും പ്രമാണങ്ങളും എന്ന വിഷയം, ഡോഗ്മ. ഇഫ് ദർ വാസ് എ ഡോഗ്മ ഓഫ് എൻലൈറ്റൻമെന്റ്, ഇറ്റ് വാസ് ദാറ്റ് ദർ വെർ ടു ബി നോ ഡോഗ്മാസ്. ഒരു പ്രമാണങ്ങളും ഉണ്ടായിരിക്കരുത് എന്നതാണ് ജ്ഞാനോദയത്തിന്റെ ഏക പ്രമാണം. ജ്ഞാനോദയത്തിന്റെ എൻലൈറ്റൻമെന്റ്, യൂറോപ്യൻ എൻലൈറ്റൻമെന്റ് ആധുനികത അടിസ്ഥാനം തന്നെ അതാണ്. നോ അപ്രയോറി ട്രൂത്ത്സ്, നോ പ്രിവിലേജ് സോഴ്സസ് ഓഫ് എഫർമേഷൻ. ഒരാൾ പറഞ്ഞതുകൊണ്ട് സത്യമാവുന്നില്ല. നേരത്തെ പാരമ്പര്യ നമുക്ക് പകർന്നു തന്നത് ആണ് എന്നതുകൊണ്ട് ഒരു വസ്തുത, ഒരു കാര്യം സത്യമാവുന്നില്ല. ഓൾ ഡോഗ്മാസ് ഷുഡ് ബി ക്വറീഡ് ബൈ പ്രൈവറ്റ് സിറ്റിസൺസ്. ഓരോ പൗരൻ എന്നുള്ള സങ്കല്പം തന്നെ അതിനുശേഷം വരുന്നതാണ്. ഓരോ പൗരനും ഈ പ്രമാണങ്ങളെ, ഡോഗ്മകളെ ചോദ്യം ചെയ്യാം. ഹു ഹാവ് ദ റൈറ്റ് ടു കം ടുഗദർ ഇൻ ദ പബ്ലിക് സ്ഫിയർ. പൊതു മണ്ഡലത്തിൽ ചോദ്യം ചെയ്യപ്പെടുന്നു. ആസ് ഈക്വൽസ്, തുല്യരെന്ന നിലയിൽ ചോദ്യം ചെയ്യാനുള്ള അവകാശമുണ്ടെന്നാണ്. ടു പർസ്യൂ ട്രൂത്ത് ത്രൂ ഓപ്പൺ ക്രിട്ടിക്കൽ ഡിബേറ്റ്. ഇതിലുള്ള ഒരു വിഷയം, നീഡ്ലെസ് ടു സേ, ഇൻ ആക്ച്വൽ പ്രാക്ടീസ്, യഥാർത്ഥത്തിൽ ഈ ആശയങ്ങൾ, ഈ ആദർശം വിത്തിൻ ഇൻവെർട്ടഡ് കോമാസ് എത്രത്തോളം പ്രായോഗികമായിരുന്നു എന്നത് പ്രശ്നം തന്നെയാണ്. അത് യൂറോപ്യൻ ജ്ഞാനോദയമായാലും അതിന്റെ പിന്തുടർച്ചയായ ഈ എൻലൈറ്റൻമെന്റ്, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളവർ ഇന്നും ഇൻകംപ്ലീറ്റ് ആണ്, ഇന്ത്യയിൽ അപൂർണമാണ്. അപ്പോൾ എന്നും ഈ ആശയങ്ങൾ were marred by myriad inequities of class, gender and citizenship. ഇത് വളരെ പ്രധാനമാണ്. പൗരത്വത്തിന്റെ, ലിംഗവിവേചനത്തിന്റെ, അതുപോലെ തന്നെ ക്ലാസിന്റെ, വർഗത്തിന്റെ, ഏത് വർഗത്തിൽപ്പെടും, ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ അവകാശങ്ങൾ പറയാമെങ്കിലും, നമുക്ക് ഐഡിയലായിട്ട് അങ്ങനെയൊക്കെ പറയാമെങ്കിലും പലപ്പോഴും അത് പ്രായോഗികമായി നടന്നിട്ടില്ല എന്നുള്ളൊരു വസ്തു തന്നെയാണ്. ഇതൊക്കെ വിമർശിക്കപ്പെടേണ്ടതാണ് താനും. അപ്പോൾ ഈ എൻലൈറ്റൻമെന്റ് ഫിലോസോഫ്സ് നമ്മൾ പറയുന്നപ്പം വോൾട്ടയർ ആയാലും ഡിഡറോ ആയാലും ഇതുപോലെയുള്ള 18ാം നൂറ്റാണ്ടിലെ യുക്തിയുഗം എന്ന് നാം പറയുന്ന കാലഘട്ടത്തിലെ ഫിലോസോഫ്സ്, they were not free from what we today reject as grossly elitist prejudices. സത്യമാണ്, അവർക്കൊക്കെ ഒരുപാട് മുൻധാരണകൾ ഉണ്ടായിരുന്നു. പഴയ ജ്ഞാനോദയ ബുദ്ധിജീവികൾക്ക് ഒരുപാട് മുൻധാരണകൾ ആ കാലത്ത് ഉണ്ടായിരുന്നു എന്നുള്ള സത്യമാണ്. ബട്ട് എൻ എക്സ്ക്ലൂസീവ് ഹൈപ്പർ ക്രിട്ടിക്കൽ കൺസേൺ വിത്ത് ദീസ് കോൺട്രാഡിക്ഷൻസ്, ഇതാണ് ഞാൻ ഊന്നാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം. ഇതിനെക്കുറിച്ച് നമ്മൾ അതീവ വിമർശനം, ഹൈപ്പർ ക്രിട്ടിക്കൽ ആവുക, അതിനെക്കുറിച്ച് ക്രിട്ടിക്കലാവാം, പക്ഷെ ഹൈപ്പർ ക്രിട്ടിക്കൽ ആവേണ്ടതുണ്ടോ ജ്ഞാനോദയത്തെയും ആധുനികതയെയും കുറിച്ച് എന്നതാണ് ഇതിലുള്ള വിഷയം. ഹൈപ്പർ ക്രിട്ടിക്കൽ കൺസേൺ വിത്ത് ദീസ് കോൺട്രാഡിക്ഷൻസ് ക്യാൻ ബ്ലൈൻഡ് us to the momentous implications of winning public legitimacy for new norms for public reason. ഞാൻ നേരത്തെ പറഞ്ഞു, പബ്ലിക് റീസൺ, അതായത് എന്താ പറയുക, പൊതുമണ്ഡല യുക്തി, അങ്ങനെ ഒന്നുണ്ട്, പൊതുമണ്ഡല യുക്തി. ഇവിടെ എല്ലാവരും തുല്യരാണ് എന്ന നിലയിൽ ഉള്ള സംവാദമാണ് ഒരു പൊതുമണ്ഡലത്തിൽ നടക്കേണ്ടത് എന്നത് പുതിയൊരു സംഗതിയാണ്. പുതിയതെന്ന് വെച്ചാൽ മനുഷ്യനെ സംബന്ധിച്ച് വളരെ 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 പുതിയത്. നീ ബ്രാഹ്മണനാണ് എന്നതുകൊണ്ട് നിന്റെ വാക്കുകൾക്ക് കൂടുതൽ വിലയില്ല എന്ന് പറയുന്നത് വളരെ അടുത്ത കാലത്ത് സംഭവിച്ചുള്ളൊരു കാര്യമാണ്, നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്തെവിടെയും ബ്രാഹ്മണൻ എന്നുള്ളിടത്ത് നിങ്ങൾക്ക് വേറെ എന്ത് വേണം വെക്കാം. These more democratic, naturalistic and secular norms were in time. അവർ തുടങ്ങി വെച്ചത് in time to expand, to take in the excluded segment of the society. ബഹിഷ്കരിക്കപ്പെട്ടവർ കൂടി സമൂഹത്തിന്റെ മുൻനിരയിലേക്ക് വരുന്ന രീതിയിൽ ഈ ജ്ഞാനോദയത്തിന്റെ അടിസ്ഥാന ധാരണ, ഈ ന്യൂ നോംസ് ഫോർ പബ്ലിക് റീസൺ വികസിച്ചിട്ടുണ്ട്, വികസിക്കേണ്ട ആവശ്യമുണ്ട്. ഇതാണ് നമ്മളതിൽ മനസ്സിലാക്കേണ്ട വിഷയം. leading both towards a more egalitarian and simultaneously a more rationalized instrumental society. കൂടുതൽ സമത്വാധിഷ്ഠിതവും കൂടുതൽ യുക്തിയധിഷ്ഠിതവും കൂടുതൽ ലക്ഷ്യപൂർണവുമായ ഒരു സമൂഹത്തിലേക്കുള്ള യാത്ര എന്നത് ഹൈപ്പർ ക്രിട്ടിക്കൽ കൺസേൺ വിത്ത് ദീസ് കോൺട്രഡിക്ഷൻസ്. ഈ ആധുനികതയുടെ ആദിമ വക്താക്കളെ അതിവിമർശനം കൊണ്ട് വിലയിരുത്തുന്നതിൽ നമുക്കതുകൊണ്ട് പ്രയോജനമില്ല. അത് നമ്മളെ തിരിച്ചടിപ്പിക്കുന്നുള്ളതാണ് എൻ്റെ വിഷയം. അതുകൊണ്ടാണ് നീലക്കുയിലിനെ ഹൈപ്പർ ക്രിറ്റിസം എന്ന് ഞാൻ കാണുന്ന ഈ റൊവീനയുടെ ഈ പഠനത്തെ നമ്മൾ അഡ്രസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ആധുനികത എന്നത് ജ്ഞാനോദയത്തിന്റെ സൃഷ്ടിയാണ്. ഇതെന്താണ് വാസ്തവത്തിൽ? ഇറ്റ്സ് എ വേൾഡ് വ്യൂ, വാല്യൂസ് ആൻഡ് വേ ഓഫ് തിങ്കിങ് വർ ഫണ്ടമെന്റലി റീഡിഫൈൻഡ്. യൂറോപ്യൻ ലോകവീക്ഷണവും അവരുടെ മൂല്യങ്ങളും ചിന്താരീതിയും ഫണ്ടമെന്റലി റീഡിഫൈൻ ചെയ്യപ്പെട്ടു, അടിസ്ഥാനപരമായി തന്നെ പുനർനിർവചിക്കപ്പെട്ടു എന്നുള്ളതാണ്. അതാണ്
ആധുനികതയിൽ സംഭവിച്ചത്. അത് ഇറ്റ്സ് ദ ഏജ് ഓഫ് എൻലൈറ്റ്മെന്റ് വാസ് എ ഫൗണ്ടിങ് പീരീഡ് ഓഫ് മോഡേണിറ്റി. അപ്പോൾ ജ്ഞാനോദയത്തിൽ നിന്നാണ് ഇത് തുടങ്ങുന്നത്, ആധുനികത തുടങ്ങുന്നത്. മോഡേണിറ്റി, ആധുനികത എന്നത് പാരമ്പര്യ നിരാസം, വ്യക്തി കേന്ദ്രീയത, സ്വാതന്ത്ര്യം, സമത്വം, സാമൂഹ്യവും ശാസ്ത്രീയവുമായ സാങ്കേതികവുമായ പുരോഗതിയിലുള്ള വിശ്വാസം എന്നിവയാണ് ആധുനികത അടിസ്ഥാന സ്വഭാവം എന്ന് ഞാൻ ഒരു ഫോർമുല പോലെ അവിടെ പറഞ്ഞു വെക്കട്ടെ. എന്താണ് ആധുനികത? ആധുനികതയുടെ ലോകവിഷയത്തിന്റെ പ്രത്യേകത എന്താണ്? ക്വസ്റ്റ്യനിങ് ഓർ റിജക്ഷൻ ഓഫ് ട്രഡിഷൻ, പാരമ്പര്യ നിരാസം എന്നത്. ഇവിടെയാണ് നമ്മൾ ഇതിന്റെ ആദ്യ ഒരു ദൃശ്യം. അഭിനയിക്കുന്ന ആൾക്കാരുടെ ഫിലോസോഫ്സ് ദംസെൽസ് വെർ നോട്ട് ഫ്രീ ഫ്രം വാട്ട് വി വുഡ് ടുഡേ റിജക്ട് ആസ് ഗ്രോസ്ലി എലിറ്റിസ്റ്റ് പ്രിജുഡിസസ്. നമ്മൾ ആ സിനിമയുടെ ടൈറ്റിൽസ് കാണിക്കുമ്പോൾ ഇത് നോക്കൂ, ഒരു ഭാഗത്തെങ്കിലും ഒരു നായരുണ്ടാവും. ഇവര് നാടാരാണ് അഭിനയിച്ചത്, പക്ഷെ അയാൾ അഭിനയിക്കുന്ന ഒരു നായർ കഥാപാത്രത്തെയാണ്. ശ്രീധരൻ നായരാണ്. പി ഭാസ്കരൻ അഭിനയിക്കുന്നത് ശങ്കരൻ നായരെയാണ്. മൊയ്തു എന്ന ഒരു മാപ്പിളയെ, മലബാർ മാപ്പിളയെ അവതരിപ്പിക്കുന്ന ഒരു മേനോനാണ്, ബാലകൃഷ്ണ മേനോനാണ്. കൊച്ചപ്പൻ അവതരിപ്പിക്കുന്നത് കുട്ടൻ നായരാണ്. ബാലരാമൻ നമ്പൂതിരിയാണ്. രാമൻകുട്ടി അത് ഒരു കരണകാരാണ്. അപ്പൊ എല്ലാ കഥാപാത്രങ്ങളും ഇവിടെ നായന്മാരും നമ്പൂരിമാരുമാണ്. ഒരു ചാത്തപ്പൻ മാത്രമാണ് ആ ടൈറ്റിലില് വേറൊരു ജാതിക്കാരൻ വരുന്നുള്ളൂ എന്നുള്ള. ഇന്ന് നമ്മൾ ഇരുന്നിട്ട് ഈ സൈഡിലേക്കുള്ള ചിത്രങ്ങളിലേക്കൊന്ന് നോക്കിയാൽ 13 ചിത്രങ്ങളുള്ളതിൽ നായന്മാരും നമ്പൂരിമാരും വൈറലാത്ത എത്ര എണ്ണം ഉണ്ട് നോക്കൂ. ഇല്ല എന്നുള്ളതാണ്. അപ്പൊ ഈ പരിമിതി, ഇത് നമ്മളെ ഈ കണ്ടത് 1954 നമ്മളിരിക്കുന്നത് 2016. 2016 ഈ ഫോട്ടോകളിൽ നമ്മളെ ഈ മലയാളം ഡിപ്പാർട്ട്മെന്റിൽ ഇരിക്കുന്ന ഈ സാഹിത്യകാരന്മാരിൽ എത്ര പേർ നായന്മാരും വാര്യന്മാരും? ഏതാ? അതെ, ഞാൻ ഈ സൈഡിലെടുത്ത് അവിടെ നിന്ന് നോക്കിയതാണ്. ഇല്ലേ, അതെ ഞാൻ പറഞ്ഞത് മൊത്തം നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ഒ വി വിജയനുണ്ട്, ഒരു എസ് കെ പൊറ്റക്കാടുണ്ട്. സന്ദർഭവശാൽ എസ് കെ പൊറ്റക്കാടിന്റെ മരുമകളാണ് ഇതിൽ അഭിനയിക്കുന്ന നളിനി. അല്ല, പറഞ്ഞു വന്നത് കുറവാണെന്നാ പറഞ്ഞത്, ഇല്ലാന്നല്ല. അത് ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ ഈ തരത്തിലുള്ളൊരു പ്രശ്നം കേരളീയ ആധുനികതയുടെ തുടക്കത്തിൽ തന്നെയുണ്ട്. ആരാണ് മുന്നോട്ട് വന്നത്? ആർക്കാണ് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം സിദ്ധിക്കാനുള്ള അവസരം കിട്ടിയത്? ഇംഗ്ലീഷ് വിദ്യാഭ്യാസം സൃഷ്ടിയാണ് കേരളീയ ആധുനികത. ഇതാണ് അതിന്റെ അടിസ്ഥാനം. ആർക്കാണ് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം സിദ്ധിക്കാൻ സാധിച്ചത്? അവരാണ് ആധുനികത സൃഷ്ടാക്കൾ എന്നുള്ളതാണ് കേരളത്തിനെ കുറിച്ചുള്ള സത്യം. ഞാൻ പറഞ്ഞു, ഇവിടെ ഒരു പൊലയൻ പോലും ഇല്ല, മറ്റൊരു പൊലയനില്ല, മറ്റൊരു അധകൃത വർഗത്തിൽപ്പെട്ട ഒരാൾ പോലും ഇവിടെ ഇല്ല. ഞാൻ പറഞ്ഞത് ഇഴവനുണ്ട്, ഞാൻ പറഞ്ഞല്ലോ, നായരുണ്ട്, നമ്പൂരി വായരുണ്ട്, ഒരു തീയനും ഉണ്ടാവും, ഒരു ഇഴവൻ, 2 ഇഴവനും ഉണ്ടാവും. ഇതിനപ്പുറത്തേക്ക് പോകുന്നില്ല. ഇതൊരു പരിമിതിയാണ്. ഇതിനൊക്കെ തള്ളിക്കളയണമെന്നല്ല അതിന്റെ അർത്ഥം. ഹൈപ്പർ ക്രിട്ടിക്കൽ ആവുന്നതുകൊണ്ട് കാര്യമില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഇതിൽ ആരും ഇല്ല, ഈ ഫോട്ടോകൾ നമുക്ക് വലിച്ചിടാം എന്ന് പറഞ്ഞാൽ അർത്ഥമില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഈ ഫോട്ടോകളൊക്കെ അവിടെ കിടന്നോട്ടെ, അതിനുള്ള അർഹത അവർക്കുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ ഇതുകൊണ്ടാണ് ഞാൻ അതിവായന എന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് തന്നിട്ടുള്ള പേപ്പർ നമ്മൾ കുറേ ഭാഗം ഇതിൽ വായിക്കും. അപ്പോ റൊവീന പറയുന്നത് ഹിന്ദു സദാചാര പ്രത്യയശാസ്ത്രത്തെയും പുരുഷനെയും കേരള ആധുനികതയുടെ ഭാഗമാക്കി തീർക്കാൻ പ്രയത്നിച്ച ഒരു സിനിമയാണ് എന്നാണ് ജെനി റൊവീന ഇതിനെക്കുറിച്ച് പറയുന്നത്. ഇതൊരു അതിവായനയാണെന്നാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെ ബോധപൂർവമായ ഒരു ശ്രമം നീലക്കുയിലിന്റെ ഭാഗത്തില്ല. അതാണ് വാസ്തവത്തിൽ ഞാൻ പറയാൻ ശ്രമിക്കുന്ന ഒരു വിഷയം. മലയാള സിനിമയെക്കുറിച്ച് എഴുതിയിട്ടുള്ളവരെല്ലാം തന്നെ ഇത് ആ പഠനത്തിലുള്ള ഭാഗമാണ്. നീലക്കുയിലിന്റെ സാമൂഹിക പ്രതിബദ്ധതയെക്കുറിച്ചും കേരള തനിമയെക്കുറിച്ചും എഴുതാൻ മറന്നിട്ടില്ല. എന്നാൽ തീർത്തും പൊള്ളയായ ഒരു പുരോഗമനവാദമാണ് നീലക്കുയിൽ മുന്നോട്ട് വെക്കുന്നതെന്നും ഹിന്ദു സദാചാര പ്രത്യയശാസ്ത്രത്തെയും പുരുഷനെയും കേരള ആധുനികതയുടെ ഭാഗമാക്കി തീർക്കാൻ പ്രയത്നിച്ച ഒരു സിനിമയാണ് ഇത് എന്നുമാണ് ഞാനിവിടെ വാദിക്കാൻ ശ്രമിക്കുന്നത്. ഇതാണ് ജെനിൻ റോബീന പറയുന്നത്. ഈ ലേഖനം തുടങ്ങുന്ന അങ്ങനെയാണ്. ആ ലേഖനത്തിന്റെ തുടക്കമാണ് ഞാൻ വായിച്ചത്. കേരളീയ ആധുനികതയുടെ ന്യായമായും വിമർശിക്കപ്പെടേണ്ട ചില പരിമിതികളെ അതിൽ ഈ ലേഖനം വിമർശിക്കുന്നുണ്ട്. അത് തീർച്ചയായും സ്വാഗതാർഹമാണ്. അതിന്റെ അടിസ്ഥാന സ്വഭാവത്തെക്കുറിച്ച് ജെനി റോബീന ഉന്നയിക്കുന്ന ചില വിമർശനങ്ങൾ അതിവിമർശനങ്ങളാണെന്നാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ ഇന്നും ഏറെക്കുറെ ഒരു പാരമ്പര്യ സമൂഹമായി തുടരുന്ന നമ്മുടെ സമൂഹത്തിൽ ആധുനികതയ്ക്കെതിരെയുള്ള അതിവിമർശനങ്ങൾ ഫലത്തിൽ ചെയ്യുന്നത് പരമ്പരാഗത സമൂഹത്തെ പുനരാനയിക്കാൻ ശ്രമിക്കുന്ന പിന്തിരിപ്പൻ ആധുനികത അല്ലെങ്കിൽ പ്രതിലോമ ആധുനികത, നമ്മൾ നേരത്തെ വിശദമായി പ്രതിപാദിച്ചിട്ടുള്ള വിഷയമാണ് പ്രതിലോമ ആധുനികത, റിയാക്ഷണറി മോഡേണിസം എന്നതിന്റെ വക്താക്കളെയാണ് വാസ്തവത്തിൽ ഈ ഹൈപ്പർ ക്രിറ്റിസിസം സഹായിക്കുക എന്നതാണ് വിഷയം. അതിനാൽ കേവലം ഒരു സിനിമാ നിരൂപണം എന്നതിനേക്കാൾ ഗൗരവത്തിൽ എടുക്കേണ്ടതുണ്ട് ഈ ലേഖനത്തെയും അതിലെ വിമർശനങ്ങളെയും.
1954 നീലക്കുയിൽ എന്ന സിനിമ ഇറങ്ങുമ്പോൾ അത് പ്രതിനിധാനം ചെയ്തത് അക്കാലത്തെ കേരളത്തിലെ ഏറ്റവും സജീവമായ ചില യുവമനസ്സുകളുടെ ചിന്തകളെയും സാമൂഹ്യ അഭിലാഷങ്ങളെയുമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ വയസ്സെടുത്ത് പറഞ്ഞത്. പി ഭാസ്കരന് 30 വയസ്സേ ഉള്ളൂ, രാമുകാരായിട്ട് 27 വയസ്സ്. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 7 വർഷമേ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ആ കാലത്ത് കേരളത്തിൻ്റെ ഏറ്റവും സജീവമായ യുവമനസ്സുകളുടെ ഉറൂബിന് 39 വയസ്സുണ്ട്. ഉറൂബ് ഏതാണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറയുക യൗവനം കടന്നു കഴിഞ്ഞ ഒരാളാണ്. എങ്കിലും ഉറൂബ് വളരെ സജീവമായ മാനസിക മനോലോകം നിലനിർത്തി പോകുന്നുള്ള ഒരാളാണെന്ന് നമുക്കറിയാം. ഈ നീലക്കുയിൽ എന്നതിലെ ആധുനികതാ പ്രമേയങ്ങൾ എന്താണെന്നത് ഏതാനും ക്ലിപ്പുകളിലൂടെ കാണിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. ഈ ഏതാനും സിനിമകളിലൂടെ ഇപ്പം ആ കാലത്തിൻ്റെ എങ്ങനെയാണ് ഒരു കാലം മാറുന്നത്, എങ്ങനെയാണ് അതിനെ പഴയ തലമുറ നേരിടാൻ ശ്രമിക്കുന്നത് എന്നുള്ളത് ഈ ഒരു ക്ലിപ്പിലൂടെ നമുക്ക് കാണാം. വീഡിയോ. പെണ്ണുങ്ങളെ പ്രസംഗിച്ച് നാളികേരത്തിന്റെ വില 12 ഉറുപ്പിയായി എന്നാണ് അതിൻ്റെ ഒരു പ്രശ്നം. അപ്പോൾ ആ പരമ്പരാഗതമായി നിലനിന്നു പോന്ന എന്താണ് ലിംഗപരമായ വിവേചനങ്ങളെ അതിലംഘിക്കാനുള്ള ശ്രമം നടക്കുന്നു എന്നുള്ളതാണ്. അതെങ്ങനെയാണ് പെണ്ണുങ്ങൾ പോലീസുകാരാവുന്നു, ആണുങ്ങൾ നഴ്സുമാരാവുന്നു എന്നൊക്കെയാണ് പ്രശ്നം. ഈ തരത്തിൽ പാരമ്പര്യ സമൂഹത്തിൽ നിന്ന് പാരമ്പര്യാനന്തര സമൂഹത്തിലേക്ക് പോകാനുള്ള ഒരു വളരെ ചെറിയ 54 നമ്മളിന്ന് 2016 നിൽക്കുന്നത്, എത്രത്തോളം അത് വന്നിട്ട് നമുക്കറിയാം. അതിൻ്റെ ഒരു ലക്ഷണമാണ് നമ്മളവിടെ കാണുന്നതെന്ന് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, അന്ന് കേരളത്തിൻ്റെ ആധുനികതാ ബോധത്തെ ഏറ്റവും ഉന്നതമായ രീതിയിൽ എൻജോയറ്റിയിരുന്ന യുവമനസ്സുകളാണ് സംസാരിക്കുന്നത്. അതിൽ ഈ ശങ്കരൻ നായർ എന്ന കഥാപാത്രമാണ് വാസ്തവത്തിൽ ഇവരുടെ ഈ രചയിതാക്കളുടെ, ഈ സിനിമാ രചയിതാക്കളുടെ ഒരു പ്രതിനിധി എന്ന നിലയിൽ ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു വലിയ പ്രഭാഷണം തന്നെ നമുക്കിവിടെ കേൾക്കാം. കഥ അറിയുമെങ്കിലേ ഒരുപക്ഷെ അത് ഏത് കോണ്ടെക്സ്റ്റാണെന്ന് മനസ്സിലാവുള്ളൂ. ഒരുപക്ഷെ പറഞ്ഞു വരുമ്പോൾ അത് വരുമായിരിക്കും. അല്ല, ഇതല്ല, ചെറിയൊരു സംഗതിയാണ്. പുതിയ നിയമം ഇതാണ്, അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി 1949 വന്നിട്ടുള്ള നിയമമാണ് പറയുന്നത്. പുതിയ നിയമം വന്നില്ലേ എന്നാണ് ഇരിക്കുന്നത്. ഈ തൊട്ടുകൂടായ്മയെ മാറ്റാനുള്ള പുതിയ ഭരണഘടനയിലെ നിയമത്തിനെ കുറിച്ചാണ് പി ഭാസ്കരൻ തന്നെ പറയുന്നത്. സംവിധായകൻ തന്നെയാണ് അഭിനയിക്കുന്നത്. പി ഭാസ്കരൻ പറയുന്നത് അവിടെ അവരുടെ കാഴ്ചപ്പാടിൽ ഒരു ദളിത് പാൽക്കാരി ഉണ്ടാവുക എന്നത് സാധാരണമാണ്. ഉദാഹരണം ഇവിടെ കാണാം, ഈ നീലി ശ്രീധരൻ നായർക്ക് പാല് കൊണ്ട് കൊടുക്കുന്ന ഒരു സീൻ. 1926 അംബേദ്കർ എഴുതുന്നത് ഒറ്റപ്പാലത്ത് ഒരാളെ തല്ലിക്കൊന്നതാ. എന്തിനാ തല്ലിക്കൊന്നത്? ഉപ്പ് എന്ന വാക്ക് പറഞ്ഞതിനാണ് തല്ലിക്കൊന്നത്. ഉപ്പ് എന്ന് പറയാൻ പാടില്ല, അധികൃതന്മാർ ഉപ്പ് എന്നുള്ള വാക്ക് പറയാൻ പാടില്ല, പുളിച്ചതിനെ പറയാൻ പാടുള്ളൂ. അപ്പോൾ കടയിൽ പോയിട്ട് ദൂരെ നിന്നിട്ട് വേണം വാങ്ങാൻ. അപ്പോൾ ഉപ്പ് വേണമെന്ന് പറഞ്ഞതിനാൽ തല്ലിക്കൊന്നതാണ് അംബേദ്കർ പറഞ്ഞിട്ടാണ് 1926. അത് കഴിഞ്ഞിട്ട് ഏതാനും വർഷങ്ങളുണ്ട്, ഏതാനും ദശകങ്ങൾക്ക് ശേഷം ആ കാലത്ത് ജനിച്ച 24 പി ഭാസ്കരൻ ജനിക്കുന്നത്. ആ കാലത്തൊക്കെ അതിന് മുമ്പ് ജനിച്ചിട്ടുള്ള അവരൊക്കെ 54 ആയപ്പോഴേക്കും ഒരു ദളിത് സമുദായത്തിൽപ്പെട്ട ആൾ ഒരു പാൽക്കാരിയായി ഭാവന ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇത് യഥാർത്ഥത്തിലുള്ളോ ഇല്ലയോ എന്നല്ല, പാൽക്കാരി ഉണ്ട്. പാല് കൊടുത്താൽ വാങ്ങാവുന്ന പാല് കൊണ്ടു കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുന്ന രീതിയിലേക്ക് ആ സമൂഹത്തിന്റെ പൊതു വ്യവഹാരം മാറിക്കഴിഞ്ഞു എന്നാണ് അവർ സൂചിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെ ഉണ്ടോ ഇല്ലയോ എന്നുള്ള അറിയില്ല. പക്ഷെ ആ രീതിയിലാണ് അവരതിന് വളരെ സാധാരണമായി ഒരു പുലൈ പാല് കൊണ്ട് കൊടുക്കുകയും ഒരു നായർ അത് വാങ്ങുകയും ചെയ്യുന്നു ആണ് കാണുന്നത്. ഇവിടെ ഒരു ചെറിയ ഒരു ഡിഗ്രഷനിലേക്ക് ഞാൻ പോവുകയാണ്. ഇത് നമ്മൾ കാണുന്നുണ്ട് അവിടെ. ഈ നീലി എന്നത് അദ്ദേഹത്തിന് പാല് കൊണ്ടു കൊടുക്കുന്ന പരിചിതയായ ഒരു സ്ത്രീയാണ് എന്ന വിഷയം നമുക്കറിയാം. ഈ ഇതില് പിന്നെ ജെനി റൊവീനിയുടെ ലേഖനത്തിൽ ഒരു വലിയ വിമർശനം കാണാം. നീലിയുടെയും ശ്രീധരന്റെയും ജാതി ലിംഗാവസ്ഥകൾ ഒട്ടും തന്നെ ഓർക്കാതെയാണ് മേലെ പറഞ്ഞ കഥാസന്ദർഭം ഒരുക്കുന്നത്. മേലെ പറഞ്ഞ കഥാസന്ദർഭം വെച്ചാൽ ആദ്യമായിട്ട് ഇവർ കാണുന്ന സന്ദർഭമാണ് ഉദ്ദേശിക്കുന്നത്. മഴ സമയത്ത് ഈ സീനാണ് ആദ്യം തുടങ്ങുന്ന നമ്മൾ ആദ്യം കണ്ട നൃത്ത സീൻ കഴിഞ്ഞ ശേഷം വരുന്ന സീനാണ്. മഴ കൊരിച്ചിരുന്ന മഴയത്ത് ശ്രീധരൻ നായരുടെ വീട്ടിന്റെ ഇറയത്ത് കയറി നിൽക്കുകയാണ് നീലി. അപ്പോൾ അകത്തേക്ക് കടന്നോളാൻ ശ്രീധരൻ നായർ പറയുന്നതാണ്. അങ്ങനെയാണ് ആദ്യം ഈ 2 കഥാപാത്രങ്ങൾ നമ്മൾ കാണുന്നത്. ഇതിനെക്കുറിച്ച് പറയുന്നത് നീലയുടെയും ശ്രീധരന്റെയും ജാതി ലിംഗാവസ്ഥകൾ ഒട്ടും തന്നെ ഓർക്കാതെയാണ് മേലെ പറഞ്ഞ കഥാസന്ദർഭം ഒരുക്കുന്നത്. നമ്മുടേതുപോലൊരു സമുദായത്തിൽ രാത്രി നേരത്ത് ഒരു സ്ത്രീ ഒറ്റയ്ക്ക് മറ്റേതോ ഒരു വീട്ടിന്റെ ഇറയത്ത് കയറി മഴയിൽ നിന്ന് രക്ഷ നേടാൻ ശ്രമിക്കുന്നത് തീർത്തും അവിശ്വസനീയം തന്നെ. മാത്രമല്ല, ഉയർന്ന സമുദായക്കാരുടെ ലൈംഗിക ചൂഷണം തിരിയാവുന്ന ഒരു ദളിത് സ്ത്രീ
തന്നെ അങ്ങനെ ഒരു പുരുഷന്റെ വീട്ടിലേക്ക് രാത്രി കയറി ചെല്ലുന്നത് തീർത്തും അവിശ്വസനീയമാണ്. എന്നാൽ ഇത്തരത്തിൽ ഈ ബന്ധത്തെ സങ്കല്പിക്കുന്ന സിനിമ വളരെ വ്യക്തമായി ചില കാര്യങ്ങൾ നമ്മളോട് പറയുന്നുണ്ട്. ഇതാണ് ഞാൻ പറയുന്നത് അതിവായനക്ക് വേണ്ടിയുള്ള ചില പ്രശ്നങ്ങൾ. ഒന്ന് സിനിമ പൂർണ്ണമായി കാണുകയാണെങ്കിൽ, ശ്രദ്ധിച്ച് കാണുകയാണെങ്കിൽ അറിയാം അങ്ങനെ അപരിചിതയായ ഒരു സ്ത്രീയല്ല. അദ്ദേഹത്തിന് വീട്ടിൽ പാല് കൊടുക്കുന്ന സ്ത്രീയാണ്. അവരുടെ കഥയിൽ അങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതാണ് അതിവായനയുടെ ഉദാഹരണം എന്ന് പറയുന്നത്. ഒഴുകുന്ന പുഴ പോലെ അതിരുകൾ ലംഘിച്ച് അവിഹിതമായി കടന്നുവരുന്ന അമിതത്തെ സൂചിപ്പിക്കുന്ന ദലിത് സ്ത്രീയാണ് നീലി. ഈ അമിതത്തിന്റെ അത്യാകർഷണത്തിന് വഴങ്ങി അതിൽ വീണുപോകുന്ന അവിഹിതമായ ലൈംഗികബന്ധത്തിൽ ഏർപ്പെടുന്ന ഒരാൾ മാത്രമാണ് ശ്രീധരൻ എന്ന രീതിയിൽ ഇതിനെ കാണുന്നത്. ഈ കോണ്ടെക്സ്റ്റ് ഈ രീതിയിൽ അവർ റീകൺസ്ട്രക്ട് ചെയ്യുന്നതുകൊണ്ടാണ്. വാസ്തവത്തിൽ അങ്ങനെയല്ല ശരിക്കും സംഭവിക്കുന്നത്. പരിചിതയായ ഒരു സ്ത്രീയാണ് അവിടെ ചെല്ലുന്നത്. ഇതാണ് അതിവായനയുടെ ഒരു വിഷയം എന്ന് പറയുന്നത്. വീണ്ടും നമ്മൾ ജ്ഞാനോദയ പ്രമേയങ്ങളിലേക്ക്, ആധുനികതയുടെ പ്രമേയങ്ങളിലേക്ക് നീലക്കുയിൽ എങ്ങനെ വന്നിരിക്കുന്നു എന്നുള്ളത് ഓരോ ഭാഗം. അപ്പോൾ നമ്മൾ കഷ്ടം എന്നുള്ളൊരു വാക്കിൽ നമ്മൾ അവസാനിപ്പിച്ചത്. നീലി വരുമ്പോൾ ഈ നമ്പൂതിരി ഇങ്ങനെ പറഞ്ഞിട്ട് അവരെ മാറി നിൽക്കാൻ പറഞ്ഞ ആ ഒരു ഇത് കഴിഞ്ഞിട്ട് ശങ്കരനാർ അവസാനിപ്പിക്കുന്നത് കഷ്ടം എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പൊ ഈ ചിലർ ജന്മന അധക്കത്തിലാണെന്ന പരമ്പരാഗത ലോകധാരണ കഷ്ടമാണ് എന്ന് അന്ന് തിരിച്ചറിയപ്പെടുന്നുണ്ട്. ഇതാണ് ആധുനികതയുടെ പ്രമേയങ്ങൾ എങ്ങനെയാണ് വരുന്നതെന്ന് പറയാൻ കാരണം. അതുപോലെ തന്നെ ഈ സമുദായത്തിനെ കുറിച്ചുള്ള പേടി എന്നത്, സമുദായത്തിനെ പേടിക്കുക, അതായത് ഈ ജാതിയുടെ മര്യാദകൾ തെറ്റിക്കുന്നത് സമുദായം എന്നെ കുറ്റപ്പെടുത്തുമല്ലോ, സമുദായം എന്ത് പറയും എന്ന ധാരണ തുടക്കം തന്നെ അങ്ങനെയാണല്ലോ. ഇതിന്റെ എനിക്ക് സമുദായത്തെ മാനിക്കേണ്ടേ എന്നാണ്. അപ്പൊ ഈ സമുദായത്തെ മാനിക്കുക എന്ന സമുദായ ഭീതി പരക്കെ പരിഹസിക്കപ്പെടുന്നതായി ഇതിൽ കാണാം. ഇത് ശ്രീധരൻ നായരുടെ അദ്ദേഹത്തിന്റെ ഭാര്യ സിനിമയുടെ ഏതാണ്ട് അവസാന ഭാഗത്ത് പറയുന്ന ഒരു രംഗമാണ്. കാര്യമായ വിദ്യാഭ്യാസമൊന്നുമില്ലാതെ ഉള്ള ഒരു സവർണ സമുദായത്തിലെ സ്ത്രീ പോലും ഈ രീതിയിൽ സംസാരിക്കുന്ന ഒരു സമുദായമാണ് ഈ ചെറുപ്പക്കാരോട് വിഭാവനം ചെയ്തിട്ടുള്ളതാണ്. അതായത് നിങ്ങൾക്ക് നേരത്തെ ഉണ്ടായിരുന്നില്ല ഈ തീണ്ടലും തൊടിയിലും അവ കൂട്ടിക്കൊണ്ടുവരുമെന്നാണ് പറയുന്നത്. കുട്ടിയെ നീലക്കുലിന്റെ കഥ എല്ലാവർക്കും അറിയാമോ? ഏതാണ്ട് നമ്മളീ കാണുന്ന ഈ ആദ്യ രംഗത്ത് ശേഷം അവർ പ്രേമബദ്ധരാവുകയും നീലി ഗർഭിണിയാവുകയും നീലിയെ അദ്ദേഹം ഉപേക്ഷിക്കുകയും ചെയ്യുന്നു. ആരും അറിയാതെ ഒരു രഹസ്യബന്ധത്തിൽ നീലി ഗർഭിണിയാവും. അവരെ സമുദായം പുറത്താക്കുകയും വഴിയിൽ അവർ ഒരു റെയിൽവേ ട്രാക്കിനടുത്ത് കിടന്ന് കുട്ടിയെ പ്രസവിച്ച് ആ പ്രസവത്തിൽ മരണമടയുകയും ചെയ്യുന്നു. കുട്ടിയെ ആരും എടുക്കാൻ തയ്യാറല്ല, ഈ ശ്രീധരനായരടക്കം എടുക്കാൻ തയ്യാറില്ല. സമുദായം മൊത്തം കളിയാക്കി എടുക്കരുതെന്ന് പറഞ്ഞ് ശങ്കരനായർ എടുത്തുകൊണ്ടേ വളർത്തുന്നു. അതിനുശേഷം രണ്ടാം ഭാഗത്ത് എന്ന് പറയാം, ശ്രീധരൻ നായർ, അതായത് സത്യൻ അഭിനയിക്കുന്ന കഥാപാത്രം വളരെയധികം മാനസിക വിഷമങ്ങൾ അനുഭവിക്കുകയും, അവർ കുട്ടിയില്ല, മാനസിക വിഷമങ്ങൾ അഭിനയിക്കുകയും ഈ കുട്ടിയുടെ തിരിച്ചു കൊണ്ടുവരണം നീലിയെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കുന്നു. ആ ഒരു ഘട്ടത്തിലാണ് ഈ കുട്ടിയെ എടുത്തുകൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞുകൊണ്ട് ഈ ഭാര്യ അദ്ദേഹത്തോട് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ വിവാഹിതനാവുന്നു. ആ വിവാഹിതനാവുന്ന ദിവസമാണ് ഇവിടെ നാട്ടിൽ വിടുന്ന് പുറത്താക്കുന്നതൊക്കെ, നീലിയെ പുറത്താക്കുന്നത്. അപ്പോൾ പറഞ്ഞു വന്നത് ഈ സമുദായ ഭീതി എന്നത് പരക്കെ പരിഹസിക്കപ്പെടുന്ന ഒന്നായി മാറുന്നുണ്ട്. ഞാൻ കാണിക്കാൻ ശ്രമിക്കുന്നത് നീലക്കുയിൽ എങ്ങനെയാണ് ഒരു ആധുനിക ലോകധാരണയെ നിബന്ധിച്ചിരിക്കുന്നത് എന്നാണ്. പരമ്പരാഗത ലോകനീതിയെ മറികടക്കുന്നവർ അഭിനന്ദിക്കപ്പെടുന്നുണ്ട്. ഉറൂബിന്റെ ഈ കഥാപാത്രത്തിന് കാണും. അതാണ് ഞാൻ അജകൊന്നൂർ എടുത്തതാണ്. പോസ്റ്റ്മാനോനെ നിങ്ങളാണ് ഉശിരം. ആരും ഏതുമില്ലാത്ത ആ കുട്ടീനെ ജാതിയും കുലവും നോക്കാണ്ട് പിടിച്ച് വളർത്താൻ ഉറച്ചില്ലേ, അപ്പോൾ നിങ്ങളൊരു ബമ്പന. ഈ തരത്തിൽ പരമ്പരാഗത ലോകനീതിയെ മറികടക്കുന്നവർ അഭിനന്ദിക്കപ്പെടുന്ന ഒരു ലോകമാണ് ഈ ഭാസ്കരനും കാര്യമായിട്ടും ഉറൂബും. അടിസ്ഥാനപരമായി ഉറൂബിന്റെ കഥയും അദ്ദേഹത്തിന്റെ തിരക്കഥയുമാണ്. അഭിനന്ദിക്കപ്പെടുന്ന ഒരു ലോകമാണ് ഈ നീലക്കുയിൽ പ്രസന്റ് ചെയ്യപ്പെടുന്നത്. ഇതാണ് ആധുനികതയുടെ ലോകവീക്ഷണം. ഈ മനുഷ്യാവകാശങ്ങൾ, മതേതരത്വം, ഉദാര ജനാധിപത്യം ഇവയൊക്കെയും തന്നെ പരമ്പരാഗത സമൂഹത്തിന്റെ, പോസ്റ്റ് ട്രഡീഷണൽ സൊസൈറ്റിയുടെ മുദ്രകളാണ്. ഏതെങ്കിലും മതശാസ്ത്രങ്ങളിൽ നിന്നോ മതതത്വശാസ്ത്രത്തിൽ നിന്നോ അല്ല വരുന്നത്. അപ്പോഴാണ് പുലയൻ അല്ല ഒരു പൗരനാണ് എന്നുള്ള സംഗതി വരുന്നത്. ഈ കുട്ടിയെ എടുക്കുന്ന സീൻ അതും കാണാവുന്നതാണ്. പൗരൻ എന്നുള്ള വാക്കാണ് അവിടെ. ഭീരുക്കളെ എന്ന് വിളിക്കുന്നത് മാറാൻ തയ്യാറാവാത്ത പരമ്പരാഗത മനുഷ്യരെയാണ് ഇവിടെ. ഇതാണ് ഈ ഉദാര ജനാധിപത്യത്തിന്റെ, ആധുനികതയുടെയൊക്കെ കേന്ദ്രബിന്ദു. സ്വതന്ത്രനും കർത്തൃശേഷിയുള്ളവൾ ആയ പൗരൻ ആണ്. അത് ഇവരുടെ പൗരനാണ് എന്ന വാക്ക് തന്നെ അവിടെ പറയുന്നുണ്ട്, സിറ്റിസൺ.
കുലം, ഗോത്രം, ജാതി, മത, സ്വത്വങ്ങൾ, ഈ ഐഡന്റിറ്റി എന്നതൊരു വലിയ വിഷയമാണ്. ഇവിടെ അപ്രധാനങ്ങളും അപ്രസക്തങ്ങളുമാവുന്നു. ഇത് പുലയനാണ് എന്ന് ഈ ജനക്കൂട്ടം ആർക്കുമ്പോൾ ഇതൊരു മനുഷ്യനാണ് എന്ന് പറഞ്ഞിടത്താണ് ആധുനികത വരുന്നത്. ഇവിടെയാണ് സത്വവാദത്തിന്റെ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. അജ്ഞതാവാണിഭം ചെയ്തിടുന്ന സത്യശത്രുക്കൾ പുരോഹിതന്മാർ, മർത്യരെ പറ്റമായി മേച്ചിടുന്ന പിട്ടുകൾ പറ്റിയിടാതുള്ള കാലം. ഇതാണ് ആധുനികതയുടെ കാലം. ഈ പാരമ്പര്യാനന്തര സമൂഹത്തിലേക്ക് പോകുന്നത് ഇത് വളരെ എന്താ പറയുക, ഒരുപക്ഷെ വളരെ സറ്റിലായിട്ട് ഇതില് പുരുഷനും സ്ത്രീയും എങ്ങനെ ആധുനികതയെ അഭിമുഖീകരിക്കുന്നു എന്നത്, പാർശ്വവൽക്കരിക്കപ്പെട്ടവർ ആധുനികതയെ എങ്ങനെ കാണുന്നു എന്നത്, ഈ ഒരു പ്രത്യേക പോയിന്റിൽ നമുക്കത് വ്യക്തമാകും. എന്ന് വെച്ചാൽ എന്നും നമ്മൾ പറയുന്നൊരു വിഷയം, പാരമ്പര്യാനന്തര സമൂഹത്തിലേക്കുള്ള പരിവർത്തനം, ആധുനികതയിലേക്കുള്ള പരിവർത്തനം എന്നത് പാരമ്പര്യ സമൂഹത്തിൽ ആരാണോ ബഹിഷ്കൃതരാകുന്നത് അവരുടെ ആവശ്യമാണ്, സ്ത്രീകളുടെ ആവശ്യമാണ്, ദളിതരുടെ ആവശ്യമാണ്. എന്നും പരമ്പരാഗത സമൂഹം പുറമ്പോക്കുകളിലേക്ക് തള്ളുന്നവരുടെ ആവശ്യമാണ് ഈ പാരമ്പര്യ സമൂഹത്തിന്റെ ലോകവീക്ഷണവും ലോകനീതിയും മാറേണ്ടത്. ഇവിടെ നമുക്ക് ശ്രദ്ധിച്ചു നോക്കിയാൽ വളരെ വ്യക്തമായി കാണാം. ഈ ശ്രീധരൻ നായർ എന്ന ദേഹം ഒരു പുലയെ പാൽക്കാരിയായിരുന്നു പാല് വാങ്ങി കഴിക്കാനൊക്കെ യാതൊരു ബുദ്ധിമുട്ടില്ലാത്ത മനുഷ്യൻ, ഒരു പുലയോ പ്രേമിക്കാനോ പിന്നെ ഇണചേരാനോ മടിയില്ലാത്ത മനുഷ്യൻ. അദ്ദേഹം എന്നിട്ടും കുറെയൊക്കെ ഈ പാരമ്പര്യവാദിയായി തന്നെ തുടരുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിന് സമുദായത്തെ പേടിക്കേണ്ടതുണ്ട്. ആ പ്രിവിലേജുകൾ വിടാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഇത് നമുക്കിവിടെ കാണാം. ഗോത്രീയ സ്വത്വത്തിനും ഗോത്ര ആശ്രിതത്തിനും അപ്പുറം സ്ത്രീ എത്തി നോക്കുന്നു. പുരുഷനെ എത്തി നോക്കാൻ അത്ര പറ്റുന്നില്ല, കാരണം അയാൾക്ക് പ്രിവിലേജസ് ഉണ്ട്. മടിയിൽ കനമുള്ളവന് വഴിയിൽ ഭയമുണ്ട്. കാണാം ഇവിടെ ആ പിരിയുന്ന സീനാണ്. ഇവിടെ നമ്മൾ ജെനി റൊവേനയുടെ ലേഖനത്തിലേക്ക് ഒന്ന് തിരിച്ചു പോവാം. ആ ഭാഗം അവർ വിവരിക്കുന്നുണ്ട്. അപ്പോ എനക്കോ കുടിയിന്ന് പുറത്താക്കിയാലും ജാതിന്ന് പുറത്താക്കിയാലും എനിക്ക് കഴിഞ്ഞുകൂടണമെന്നുണ്ട്. സൂഹിക്കണമെന്ന് ഞാൻ മോഹിക്കുന്നില്ല, എനിക്ക് ഭൂമിയിലിരിക്കണം. എന്നാൽ തുടർന്ന് ജീവിക്കാൻ ശ്രീധരന്റെ സഹായം തേടുന്ന നീലിയോട് ശ്രീധരൻ ഒന്നേ പറയാനുള്ളൂ, വേറൊരാളെ കല്യാണം കഴിക്കുക, അഭിഹിത ഗർഭം മറക്കുക. എന്നാൽ ശ്രീധരന്റെ ഈ പാത നീലിക്ക് സ്വീകാര്യമല്ല. അവൾ പിന്നെയും പറയുന്നു, ആ വഴിക്ക് പോയാൽ ഞാനുണ്ടാവില്ല, ഞാൻ പിന്നെ ഞാനാവില്ല. ജാതി സമുദായം എന്നതിനപ്പുറം ഒരു മനുഷ്യത്വത്തെ, കർത്തൃത്വത്തെ അല്ലെങ്കിൽ ആധുനികം എന്ന് പറയപ്പെടുന്ന സത്വത്തെ ഉണ്ടാക്കിയെടുക്കുന്നതിനെ കുറിച്ചാണ് നീലക്കുയിൽ എന്ന സിനിമയിലെ പുരോഗമനവാദം നീലിയെ ആഖ്യാനത്തിന് പുറത്താക്കിയ ശേഷം ഉറക്കെ സംസാരിക്കുന്നത്. ഇവിടെ ജാതി കുടി എന്നതിലപ്പുറം ഞാൻ എന്ന സത്വത്തിലൂന്നുന്ന നീലി തന്നെയാണ് നീലക്കുയിലെ അതീശാഖ്യാനം, ഡോമിനന്റ് നെറേറ്റീവ് മുന്നോട്ട് വെക്കുന്ന ആധുനികതയുടെ പ്രതീകം. വളരെ കൃത്യമായ ഒരു നിരീക്ഷണമാണത്. ഇതാണ് ഞാൻ പറഞ്ഞത്, ചില കൃത്യമായ നിരീക്ഷണങ്ങൾ ഇതിലുണ്ട്. അതേസമയം ശ്രീധരന് തന്റെ ജാതി സമുദായത്തിനപ്പുറം ഒന്നും കാണാൻ കഴിയുന്നില്ല. എന്നാൽ നീലിക്ക് സാമ്പ്രദായിക വ്യവസ്ഥക്കപ്പുറമുള്ളൊരു ജീവിതത്തെക്കുറിച്ച് ആലോചിക്കാൻ കഴിയുന്നു. അതുകൊണ്ട് തന്നെ സമ്പ്രദായങ്ങൾക്ക് മുന്നിൽ തലതാഴ്ച ജീവിക്കാൻ അവൾ തയ്യാറല്ല. കാരണം പ്രണയത്തിലൂടെ അതിനുമപ്പുറത്തേക്ക് അവൾ കടന്നു കഴിഞ്ഞു. ശ്രീധരന്റെ ആവശ്യപ്രകാരം ജാതി നിയമങ്ങൾക്കുള്ളിൽ ഒതുങ്ങുകയാണെങ്കിൽ അവൾക്ക് നഷ്ടപ്പെടുന്നത് അവൾ ആഗ്രഹത്തോടെ ശ്രീധരനിലൂടെ കണ്ടെത്തിയ ആധുനിക സത്വം തന്നെയാണ്. ഇതില്ലാതെ ഇനി അവൾക്ക് അവളാകാൻ കഴിയില്ല, അവളാകാതെ അവൾക്ക് ജീവിക്കാനും കഴിയില്ല. എന്നാൽ ശ്രീധരന് വേണ്ടത് ജാതി വ്യവസ്ഥക്ക് അതീതമായ ഒരു ആധുനിക സത്വമല്ല. നീലിയുടെ ഭാഷ കടമെടുത്തു പറയുകയാണെങ്കിൽ അയാൾക്കയാളാകാൻ ജാതി സമുദായത്തിൽ തന്നെയാണ് ആവശ്യം. ആധുനിക കേരളത്തിൽ ജാതി വ്യവസ്ഥയുടെ തുടർച്ചയ്ക്ക് ഏറ്റവും ആവശ്യം ഇങ്ങനെ സ്വന്തം ജാതി സമുദായത്തിന്റെ, ഇവിടെ വെച്ചാണ് പ്രശ്നങ്ങൾ വരുന്നത്. അതിലേക്ക് നമ്മൾ തിരിച്ചു വരും. ഇത് ഓൺലൈൻ അവൈലബിൾ ആണ് കേട്ടോ ഈ ലേഖനം. അതേസമയം പുരുഷൻ സമുദായത്തെ ബഹുമാനിക്കുന്ന ഒരു ഭീരുവായിട്ടാണ് ഇവിടെ പ്രത്യക്ഷപ്പെടുന്നത്. അതും കുറച്ച് ലോങ് ആയിട്ടുള്ള സീനാണ്, പക്ഷെ വളരെ ഇമ്പോർട്ടൻ്റ്, വളരെ പ്രധാനപ്പെട്ട 5 മിനിറ്റ് നീണ്ട വലിയൊരു സീനാണ്. അതൊന്ന് കാണാം, കാരണം അത് കുറച്ച് പ്രധാനപ്പെട്ട ഒരു സീനാണത്. ഒരു പല അവസരങ്ങളിൽ നമുക്ക് എടുത്ത് പറയേണ്ടി വരുന്ന ഒരു സീനാണ്. ഈ രംഗം ഈ കുട്ടിയെ സ്കൂളിൽ വെച്ച് പൊലച്ചു പറ്റവെന്ന് കളിയാക്കുകയും അപ്പോഴാണ് ഈ കുട്ടിയെ കുട്ടിയെ ശങ്കരനാർ എടുത്തുകൊണ്ട് വളർത്തുന്നു. കുട്ടി സ്കൂളിൽ വെച്ച് മറ്റു കുട്ടികളോട് വഴക്ക് കൂടുന്ന ഘട്ടത്തിൽ അവർ നീ പൊലച്ചു പറ്റതാണെന്ന് പറഞ്ഞ് കളിയാക്കുന്നു. അപ്പോൾ ഒന്നും ചെയ്യാൻ നിവർത്തിയില്ല. കുട്ടി ആ ദേഷ്യത്തിൽ സ്കൂൾ വിട്ട് ഇറങ്ങി എല്ലാവരോടും പക തോന്നി ഇറങ്ങിപ്പോവുകയും മഴയത്ത് വീണ്ടും പഴയ റെയിൽപ്പാളത്തിൻ്റെ അടുത്ത് തന്നെ വീണ് കിടക്കുകയും അവിടുന്ന് ഈ ശ്രീധരൻ മാഷ് കുട്ടിയെ എടുത്തുകൊണ്ടെന്ന് വീട്ടിൽ വെച്ച് കിടത്തുകയും ചെയ്യുന്നു.
ഇതെല്ലാം അന്വേഷിച്ചിറങ്ങുന്നത് നേരത്തെ പറഞ്ഞല്ലോ, ചെന്ന് കൂട്ടിക്കൊണ്ടിരുമെന്ന് പറഞ്ഞു. ജനറൽ റൂമിന് കുട്ടിയെ കാണാനില്ലെന്ന് അറിയുന്നത്, പിടിച്ചുകൊണ്ടിരുന്നു. അവിടെ ശങ്കരൻ നായരും അന്വേഷിച്ച് വരുന്നു കുട്ടിയെ. എന്നിട്ട് കുട്ടിയെ എനിക്ക് തരണമെന്ന് ശ്രീധരൻ നായർ പറയുകയും കുട്ടിയെക്കുറിച്ചുള്ള ഈ നീലിയെക്കുറിച്ചുള്ള സത്യം വെളിപ്പെടുത്തുകയും ചെയ്യുന്ന രംഗമാണ്. പല നിലയ്ക്ക് ഇതിന് പ്രാധാന്യമുണ്ട്. അവസാനത്തെ വാചകം വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങളിവനെ അർഹിക്കുന്നില്ല, ഇവനൊരു പുതിയ ജാതിയാണ്, നിങ്ങളിവനെ അർഹിക്കുന്നില്ല. ഈ ലേഖനം വായിച്ചിട്ടുള്ളവർക്കറിയാം ശങ്കരൻ നായരെ കുറിച്ച് ജെനി റൊമീന എങ്ങനെയാണ് അതിനെ കാണുന്നതെന്നുള്ളത്. കുറച്ച് ഭാഗം ഞാൻ എഴുതി വെച്ചതിലേക്ക് പോവുകയാണ്. ഈ സിനിമയുടെ സൃഷ്ടാക്കൾ അവരുടെ വക്താവായി അവതരിപ്പിച്ച കഥാപാത്രമാണ് പി ഭാസ്കരൻ അഭിനയിച്ച ശങ്കരൻ നായർ എന്ന കഥാപാത്രം. നീലക്കുയിൽ എന്ന സിനിമയുടെ അതീശ വ്യാഖ്യാനത്തിന് ഡോമിനന്റ് നറേറ്റീവ് എന്നുള്ള വാക്കാണ് അവർ പറയുന്നത്. അതീശ വ്യാഖ്യാനത്തിന്റെ പുരോഗമനവാദം ചുരുളഴിയുന്നത് ശങ്കരൻ നായരുടെ കഥാപാത്രത്തിലൂടെയാണ് എന്ന് ജെനി റൊവീനയും പറയുന്നുണ്ട്. വിമർശനീയമായ ഒട്ടേറെ പരിമിതികളുള്ളപ്പോഴും ശങ്കരൻ നായർ എന്ന കഥാപാത്രത്തിലൂടെ പ്രകടിതമാകുന്ന അക്കാലത്തെ കേരളീയ ആധുനികതാബോധം പൂർണ്ണമായി പ്രതിസ്ഥാനത്ത് നിർത്തപ്പെടേണ്ടതും തള്ളിക്കളയേണ്ടതുമായ ഒന്നല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കേരളത്തിൽ ആധുനികതയുടെ ലോകവീക്ഷണം ഉൾക്കൊള്ളാനും പ്രചരിപ്പിക്കാനും ശ്രമിച്ചവർക്ക് പല പരിമിതികളും ഉണ്ടായിരുന്നു എന്ന് സത്യം തന്നെ. എങ്കിലും ശങ്കരൻ നായർ എന്ന കഥാപാത്രത്താൽ പ്രതിനിധീകരിക്കപ്പെടുന്ന ഇക്കൂട്ടരൊക്കെയും സ്വന്തം ജാതി സമുദായത്തിന്റെ സദാചാരക്രമത്തിനുള്ളിൽ സ്വവംശ ജാതി കല്യാണങ്ങൾക്കുള്ളിൽ സ്വയം കണ്ടെത്തുന്ന പുരുഷന്മാരാണെന്നും ആധുനികതയുടെ തന്നെ പരിമിതിയാണ് അത് എന്നുമുള്ള ജെനി റൊവീനയുടെ അഭിപ്രായത്തോട് യോജിക്കാൻ പറ്റുന്നില്ല. ജെനി റൊവീന ആരോപിക്കുന്നത് പോലെ നീലിയെ ശ്രീധരന്റെ ജീവിതത്തിൽ നിന്നും ആഖ്യാനത്തിൽ നിന്ന് തന്നെയും പുറന്തള്ളാൻ ബോധപൂർവമായി ശങ്കരൻ നായർ ശ്രമിക്കുന്നുണ്ടോ എന്ന കാര്യം നമ്മൾ ശ്രദ്ധാപൂർവം പരിശോധിക്കേണ്ട ഒരു വിഷയമാണ്. എന്നാൽ കേരളീയ ആധുനികതാബോധത്തിന് ജാതീയവും ലിംഗപരവുമായ വിവേചനങ്ങളെക്കുറിച്ച് കുറേയേറെ അന്ധബിന്ദുക്കൾ നിലനിന്നു പോന്നിട്ടുണ്ട് എന്നത് ഒരു വസ്തുതയാണ്. എങ്കിലും ഇത് പറയുന്നതും ബോധപൂർവമായി തന്നെ ലിംഗപരവും ജാതീയവുമായ പരമ്പരാഗത അതീശ വ്യവസ്ഥയെ നിലനിർത്താനും പോഷിപ്പിക്കാനുമാണ് കേരളീയ ആധുനികർ ശ്രമിച്ചത് എന്ന് പറയുന്നത് തമ്മിൽ വളരെ വലിയ ഒരു വ്യത്യാസമുണ്ട്. അവർക്ക് പരിമിതികളുണ്ടായിരുന്നു, പക്ഷെ ബോധപൂർവമായി ഈ പരമ്പരാഗതമായ മൂല്യവ്യവസ്ഥയെ നിലനിർത്താനാണ് ആധുനികർ ശ്രമിച്ചത് എന്ന് പറയുന്നതിൽ കഥയില്ല. നീലക്കുയിൽ എന്ന സിനിമയുടെ അതീശ വ്യാഖ്യാനത്തിന്റെ പിന്നെ അതിലൊരു പോയിന്റ് കൂടി അവിടെ ഇപ്പോൾ വേണമെന്നില്ല. അത് ഒരു മതേതരമാകുന്നത് എങ്ങനെയാണ്, ഇതൊക്കെ അതിന്റെ സമൂഹം മതേതരമാകുന്നതിന്റെ അർത്ഥം മതസ്ഥാപനങ്ങൾ, മതപ്രവർത്തനങ്ങൾ, മതബോധം ഇവയുടെയൊക്കെ സാമൂഹ്യ പ്രസക്തി നഷ്ടമാവുക. അത് വളരെ പല സീനുകളിലും അത് കാണാം. മതത്തെയൊക്കെ എത്ര വളരെ ലൈറ്റായിട്ടാണ് എടുക്കുന്നത്. കൂടുതൽ കാണിച്ച് ബോറടിപ്പിക്കേണ്ട ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. പോസ്റ്റ് എഡിഷനിലായിട്ടുള്ള ഒരു പരമ്പരാന്തര സമൂഹത്തിൽ മതസ്ഥാപനങ്ങൾ തുടർന്ന് നിലനിൽക്കുന്നു. പക്ഷേ വോട്ട് രേഖപ്പെടുത്തൽ മുതൽ വിവാഹ തീരുമാനം വരെ പൊതുജീവിതത്തിലും വ്യക്തിജീവിതത്തിലും വ്യക്തികളെടുക്കുന്ന നിലപാടുകളുടെ നിയാമകഘടമായി അവരുടെ മത, ജാതി, സ്വത്വബോധം പ്രവർത്തിക്കുന്ന അവസ്ഥ ഇല്ലാതാവുന്നു എന്നതാണ് ആധുനിക സമൂഹത്തിന്റെ പ്രത്യേകത. അതുപോലെ തന്നെ മനുഷ്യജീവിതത്തെ ഒട്ടാകെ കീഴൊതുക്കി നിൽക്കുന്ന വിശുദ്ധ വിധാനം, ഒരു സേക്രഡ് കാനപ്പി എന്ന പദവി മതത്തിന് ആധുനിക സമൂഹത്തിൽ നഷ്ടപ്പെടുന്നു. വ്യക്തികൾ തങ്ങൾക്കിഷ്ടമുണ്ടെങ്കിൽ മാത്രം പങ്കെടുക്കുന്ന സാമൂഹ്യ ജീവിതത്തിന് ഒട്ടനവധി വശങ്ങളിൽ ഒന്നു മാത്രമായി മതം ചുരുങ്ങുന്നു. ഇതൊക്കെ ഇത്തരത്തിലുള്ള ആദ്യ സമൂഹത്തിന്റെ സവിശേഷതകളൊക്കെ തങ്ങളുടെ ആഖ്യാനത്തിൽ സന്നിവേശിപ്പിച്ചിരിക്കുന്നത് നമുക്ക് കൃത്യമായി കാണാൻ പറ്റും. ഏറ്റവും അവസാനത്തെ സീനാണിത്. ഇങ്ങനെയാണ് അത് അവസാനിക്കുന്നത്. അവനൊരു മനുഷ്യനാക്കി മാറ്റും, അത് മാത്രം മതി എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, ഇതാണ് അടുത്ത നമ്മളെ ചർച്ചാ വിഷയമായി വരുന്നത്. നമ്മൾ സിനിമയുടെ കുറേ ഭാഗങ്ങൾ കണ്ടു കഴിഞ്ഞു. ഇനി ഈ ജെനി റൊവീനയുടെ വാദങ്ങളിലേക്ക് നമുക്ക് പോവാം. നീലിയെ ബഹിഷ്കരിക്കാൻ വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിച്ചതിന് ശേഷമാണ് ശങ്കരൻ നായർ അവൾ പ്രസവിച്ച കുട്ടിയെ മനുഷ്യനെ അംഗീകരിക്കണമെന്ന് പറഞ്ഞ് ഘോരഘോരം പ്രസംഗിക്കുന്നത് എന്നാണ് ജെനി റൊവീന പറയുന്നത്. നമ്മൾ ആ പ്രസംഗമൊക്കെ നമ്മൾ കണ്ടു, മനുഷ്യനാണെന്ന് പറയുന്നത്. ജെനി റൊവീന ആരോപിക്കുന്നത് പോലെ നീലിയെ ശ്രീധരന്റെ ജീവിതത്തിൽ നിന്നും ആഖ്യാനത്തിൽ നിന്നും പുറന്തള്ളാൻ ബോധപൂർവമായി ശങ്കരൻ നായർ ശ്രമിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ അന്വേഷിക്കുന്നത്. എന്തുകൊണ്ട് ഇങ്ങനെ അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ, കേരളീയ ആധുനികതയെക്കുറിച്ചുള്ളൊരു വിമർശനമാണിത്. അതിനെ ഉപയോഗിക്കുന്ന അത് വളരെ കൃത്യമായിരിക്കണം. ശരിയാണോ നമുക്ക് അന്വേഷിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. ഈ വിമർശനം ശരിയാണോ? കാരണം അതിന് പറഞ്ഞ ന്യായങ്ങൾ വളരെ വിചിത്രമായിട്ട് ന്യായങ്ങളാണ്. നീലക്കുയിൽ എന്ന ഞാനത് എഴുതി വെച്ച് വായിക്കണം, ഇതല്ല ഞാൻ എഴുതി വെച്ചതെന്നാണ് വായിക്കുന്നത്. നീലക്കുയിൽ എന്ന സിനിമയുടെ അതീശാഖ്യാനത്തിന്റെ പുരോഗമനവാദം ചുരുളഴിയുന്നത് ശങ്കരൻ നായരുടെ കഥാപാത്രത്തിലൂടെയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു. അതുകൊണ്ട് തന്നെ അയാൾ മുന്നോട്ട് വെക്കുന്നത് പോലെയുള്ള ഒരു ആധുനിക സ്വത്വം തേടുന്ന ഒരു സ്ത്രീയെ
അയാൾ തന്നെ ആഖ്യാനത്തിന് പുറത്താക്കാൻ പ്രയത്നിക്കുമെന്ന് അത് ഇതിലുള്ളതാണ്. ജെനി റോബിനെ പറയുന്നൊരു കാര്യമാണ്. പ്രയത്നിക്കുമെന്നത് അവിശ്വസനീയമായ ഒരു കാര്യമാണ് എന്ന് ഈ ലേഖിക തന്നെ സമ്മതിക്കുന്നുണ്ട്. എന്ന കാര്യം സമ്മതിക്കെ തന്നെ ആധുനികതയുടെ പ്രതിനിധിയായ ശങ്കരൻ നായർ അങ്ങനെ ചെയ്തു എന്ന് എന്തുകൊണ്ടാണ് ലേഖിക ബാധിക്കുന്നത്? ശങ്കരൻ നായരും ശ്രീധരനും തമ്മിലുണ്ടാകുന്ന ഒരു സംഭാഷണം നമ്മളെ ആ വഴിക്ക് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നു എന്നാണ് വാദം. ആ വാദം എത്രത്തോളം പ്രസക്തമാണ് എന്ന് നമുക്ക് പരിശോധിക്കാം. ശ്രീധരൻ നായർക്ക് വിവാഹാലോചനയുമായി വന്നപ്പോൾ ശങ്കരൻ നായർ പറഞ്ഞ ചില വാചകങ്ങൾ ആ സീൻ ഞാൻ കാണിച്ചിട്ടില്ല, എന്നാൽ അത് വിശദമായിട്ട് ഈ ലേഖനത്തിൽ വർണ്ണിക്കുന്നുണ്ട്. ചില വാചകങ്ങളാണ് ഈ വാദത്തിന്റെ ആധാരം. ആലോചന കാമുഖമായി കുടുംബത്ത് ഒരാളില്ലാതിരുന്നാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും. ഒരു ടൈം പീസ് കളവ് പോവുകയാണ്. ഈ ശ്രീധരൻ മാഷ് ടൈം പീസ് കളവ് പോകുന്നു. ആ സമയത്ത് ശങ്കരൻ നായർ കടന്നു വരികയാണ്. ഇതിനാണ് പറയുന്നത് കുടുംബത്ത് ഒരാളില്ലാതിരുന്നാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്ന് ടൈം പീസ് കാണാതിനെ കുറിച്ച് പറയുന്നിടത്ത് അവിടെ തീർച്ചയായും സ്ത്രീ എന്നാൽ വീട് നോക്കേണ്ടവളാണെന്ന പരമ്പരാഗത വീക്ഷണം പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ശരിയാണ്. ശങ്കരൻ നായരുടെ ആധുനികതാ ബോധത്തിന്റെ ഒരു പരിമിതിയാണത്. അതും ശരിയാണ്. ന്യായമായി വിമർശിക്കപ്പെടേണ്ടതാണ്. അതും ശരിയാണ്. പക്ഷേ എന്നാൽ എടുത്തു പറയേണ്ടതില്ലാത്ത വിധം സ്പഷ്ടമാണ് എന്നതിനാലാവാം ആ വിഷയം ലേഖ ഉന്നയിക്കുന്നില്ല. അതല്ല വിഷയം. പകരം ആ സംഭാഷണത്തിലെ മറ്റു ചില വാചകങ്ങളിലൂന്നി ഒരു ഊഹാധിഷ്ഠിത വായന നടത്തുകയാണ് ലേഖിക ചെയ്യുന്നത്. ലേഖന ഭാഗം ഉദ്ധരിക്കാം. ഈ ലേഖനത്തിലുണ്ട്, എനിക്ക് തന്ന ലേഖനത്തിൽ. അവർ തമ്മിലുള്ള സംഭാഷണം ശ്രദ്ധിക്കുക. ശങ്കരൻ നായർ: ഒരു കല്യാണം കഴിക്കണം. കുരങ്ങിന് പകരം ഒരു മനുഷ്യ സ്ത്രീ ഈ വീട്ടിൽ വരട്ടെ. പെണ്ണിനെ തലയിൽ വെച്ച് കെട്ടുകയൊന്നുമല്ല. ഒരു ചെറുപ്പക്കാരന്റെ മനസ്സ് ഈ കാണുന്ന കുരങ്ങിൻ്റെതുപോലെയാണ്. എങ്ങോട്ടാണ് ചാടുക എന്ന് ആർക്കും പറയാൻ വയ്യ. അപവാദം വരുത്താതിരിക്കുകയാണ് ഭംഗി. ശ്രീധരൻ ചിരിച്ചുകൊണ്ട് പറയുന്നു. അപ്പോൾ അപവാദമില്ലാതാക്കാനാണ് വിവാഹം കഴിക്കുന്നത് അല്ലേ? ഇതൊക്കെ ഇവിടെ ഉപേക്ഷിച്ച് കഴിഞ്ഞ ശേഷമാണ്, നീതിയെ ഉപേക്ഷിച്ച് കഴിഞ്ഞ ശേഷമാണ് ഈ സംഭവം നടക്കുന്നത് നമ്മൾ ആലോചിക്കണം. ശ്രീധരൻ മലരണിക്കാടുകൾ തിങ്ങിയിരിക്കുന്ന ഒരു പാട്ടൊക്കെ പാടി വളരെ ലൈറ്റ് ഹാർട്ടഡ് ആയിട്ട് ഇരിക്കുന്ന ഒരാളായിട്ട് നമ്മൾ കാണുന്നത് ഇവരെ ഉപേക്ഷിച്ച സമയത്തൊക്കെ അദ്ദേഹത്തിനെ ബാധിച്ചായിട്ടേ കാണുന്നില്ല. അപ്പോൾ അപവാദമില്ലാതാക്കാനാണ് വിവാഹം കഴിക്കുന്നത് അല്ലേ? ശങ്കരൻ നായർ: അല്ല, സുഖിക്കാൻ. സൂര്യൻ ഉള്ളിടത്ത് ഇരുട്ടില്ല. കല്യാണം കഴിച്ചാൽ അപവാദങ്ങളൊക്കെ താനേ ഒഴിയും. ശ്രീധരൻ: അപവാദം ഒഴിയുകയോ? ഇപ്പോൾ എനിക്ക് അപവാദം ഉണ്ടെന്നാണോ? ശങ്കരൻ നായർ: ഒരു തെമ്മാടിയോട് ഞാൻ ഇത്രയും കാര്യം പറയുകയില്ലല്ലോ. ഇതിൽ നിന്നാണ് മേലെ കൊടുത്ത സംഭാഷണത്തിൽ നിന്ന് കല്യാണം കഴിച്ചാൽ അപവാദങ്ങളൊക്കെ താനേ ഒഴിയും ഒരു കാര്യം വ്യക്തമാണ്. ഇത് ജെനി റൊബേന പറയുന്നതാണ്. ശ്രീധരന് ഏതോ ഒരു അപവാദവുമായി എന്തോ ബന്ധമുണ്ടെന്ന് ശങ്കരൻ നായർക്ക് അറിയാം. അത് നീക്കം ചെയ്യാൻ ഒരു കല്യാണം കഴിക്കാനാണ് അയാൾ ശ്രീധരനെ ഉപദേശിക്കുന്നത് എന്ന് പറയാവുന്നതാണ്. ഇതിനുവേണ്ടി ക്ഷയിക്കുന്ന ഒരു നായർ തറവാട്ടിലെ പരിശുദ്ധയായ ഒരു സവർണ്ണ സ്ത്രീയെ ശ്രീധരന് വേണ്ടി കണ്ടുവച്ചിട്ടാണ് അയാൾ വന്നിരിക്കുന്നത്. ഇവിടെ ശ്രീധരൻ കല്യാണം കഴിക്കണമെന്ന് മാത്രമല്ല അത് ഈ സ്ത്രീയെ തന്നെ ആയിരിക്കണമെന്നും ശങ്കരൻ നായർക്ക് നിർബന്ധമുണ്ട്. അങ്ങനെ അല്ലായിരുന്നെങ്കിൽ ശ്രീധരൻ ഉണ്ടായ അയാൾ മാറ്റാൻ ശ്രമിക്കേണ്ട അപവാദവുമായി ബന്ധപ്പെട്ട് സ്ത്രീയെ തന്നെ അയാൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കാമായിരുന്നല്ലോ. മാത്രമല്ല ശ്രീധരന് അപവാദം പറ്റി എന്ന് ശങ്കരൻ നായർക്ക് സംശയമുണ്ടെങ്കിൽ അതെന്താണെന്നും അയാൾക്ക് അറിയേണ്ടതാണ്. ഒരു പ്രാവശ്യം നീലി ശ്രീധരന്റെ മുറിയിലുള്ളപ്പോൾ ശങ്കരൻ നായർ ഇവിടെ വരികയും ശ്രീധരനെ ഒളിപ്പിച്ചിരുത്തുകയും ചെയ്തു എന്നത് ഇവിടെ ഓർക്കുക. ഇതാണ് ജെനി റൂബീന പറയുന്നത് കഥ. ആ സംഭവം നമ്മൾ നേരത്തെ കണ്ട സീനിന്റെ തുടർച്ചയാണ്. ആ ഒളിപ്പിച്ചു വെച്ച കഥയൊക്കെ അത് ശരിക്കും ഒളിപ്പിച്ചു വെക്കാൻ പറ്റുന്നത് ആർക്കും അറിയുന്നില്ല. ഇത് ഒരു അതിവായനയാണ് എന്ന് സിനിമ പൂർണ്ണമായി കണ്ടിട്ടുള്ള ആർക്കും വ്യക്തമാവും. നീലിയും ശ്രീധരനുമായുള്ള ബന്ധം തീർത്തും ഒരു രഹസ്യമായാണ് സിനിമയിൽ ചിത്രീകരിക്കപ്പെട്ടത്. നീലി ഗർഭിണിയാണ് വിവരം പറഞ്ഞപ്പോൾ ഏത് ചൈത്താനാ അവളെ കുടുക്കിയത് എന്നാണ് നീലിയുടെ കൂട്ടുകാർ അമ്പരക്കുന്നത്. ആ സീനെ കാണിക്കുന്നില്ല, അവരിത് മാത്രം. ആ കൂട്ടുകാർക്കൊക്കെ അറിയാം. കാരണം ആദ്യ ഒരു രംഗത്ത് വളരെ ആദ്യ രംഗത്ത് ഈ കൂട്ടുകാരെ കളിയാക്കുന്നുണ്ട്. കോർമൻ അവിടെ കാത്തു നിൽക്കുന്നുണ്ടാവുന്നു. വെറുതെ ആളെ പേര് പറഞ്ഞിട്ട് കോർമൻ അവിടെ കാത്തു നിൽക്കുന്നുണ്ടാവുന്നു. ഏത് കോർമൻ, എന്ത് കോർമൻ എന്നിട്ട് ഇവിടെ കളിയാക്കുന്നുണ്ട്. വേറൊരു ദളിതനായ ഒരാളെ കുറിച്ച് തന്നെ അവരുടെ പേര് കളിയാക്കി ഇവർ പറയുന്ന പോലും ഉണ്ട്. അത്രയും അടുത്ത സുഹൃത്തുക്കളാണ്. അവർക്ക് പോലും അറിയുന്നില്ല ഈ രഹസ്യം. അത്ര രഹസ്യമായൊരു കാര്യമാണിത്. ഈ കൂട്ടുകാർക്ക് പോലും അറിയാം ഏത് ചൈത്താനാ അവളെ കുടിക്കുന്ന അവർ ചോദിക്കണം എന്നാണ് നീലിയുടെ കൂട്ടുകാർ അമ്പരക്കുന്നത്. ഗർഭത്തിന് ഉത്തരവാദി ആരെന്നറിയാൻ നീലിയുടെ ബന്ധുക്കളും ജാതിക്കാരും ചേർന്ന് അവളെ ക്രൂരമായി വിചാരണ ചെയ്യുമ്പോൾ പോലും എന്നെ കൊന്നാലും ഞാനിത് പറയൂല എന്നാണ് നീലി പറയുന്നത്. എല്ലാവരും കൂടി പറഞ്ഞു അടിയാണ്. അച്ഛൻ ഇങ്ങനെ വടിയത്ത് അടിക്കുന്നു. അപ്പൊ എല്ലാവരും പറഞ്ഞോളൂ മോളെ, ആരെന്ന് വെച്ചാലും പറഞ്ഞോളൂ. വലിയ സീനാണിത്. എല്ലാ നാട്ടുകാരൊക്കെ നിന്നിട്ട് പറയുമോളെ ഇങ്ങനെ അടികൊള്ളണ്ടാവുന്ന അർത്ഥത്തിൽ. നീ പറയില്ല, നിലത്തിട്ട് അടിക്കണം, നീ പറയില്ല അല്ലേ, എന്നെ കൊന്നാലും ഞാനിത് പറയില്ല. കഴുത്ത് ഞെരിച്ചിട്ട് പോലും ഈ കാര്യം അവൾ പറയുന്നില്ല, എന്നെ ആരാണ് ധരിച്ചതെന്നുള്ളത്. അത്ര രഹസ്യമായൊരു സംഗതിയായിട്ടാണ് നമ്മൾ ഈ സിനിമയിൽ ഇത് കാണുന്നത് മൊത്തം. അപ്പോൾ തീർത്തും വളരെ ഒരു തെളിവില്ലാത്തൊരു ആരോപണമാണ് ശ്രീധരൻ നായർക്ക് ഇത് അറിയാമായിരുന്നു എന്ന് പറയുന്നത്. നമുക്ക് അതിനൊരു തെളിവും ഈ സിനിമയിൽ എവിടെയില്ല. എന്നെ കൊന്നാലും ഞാനത് പറയില്ല. സമുദായത്താൽ പരിത്യക്തിയായി, ഗർഭഭാരത്താൽ പരീക്ഷണിയായി, മരച്ചുവട്ടിൽ അടുപ്പ് കുട്ടി പാചകം ചെയ്തിരിക്കുന്ന നീലിയെ ആ വഴി പോകുന്ന ശ്രീധരൻ മാസ്റ്ററും ശങ്കരൻ നായരും കണ്ടുമുട്ടുന്ന രംഗത്ത് ശങ്കരൻ നായർ പറയുന്നത് ഇങ്ങനെയാണ്:
അപ്പോൾ അവൾ അവിടുന്ന് വീട്ടിൽ ഇറങ്ങിപ്പോവാണ് ചെയ്യുന്നത് ഇത് പറയാതെ. എന്നിട്ട് വഴിവക്കിൽ വെച്ച് ഇങ്ങനെ ഒരു പാത്രത്തിൽ പാചകം ചെയ്തുകൊണ്ട് മരച്ചുവട്ടിൽ ഇങ്ങനെ വളരെ പരിക്ഷീണയായിരിക്കുന്ന നീലിയെ ആ വഴി കൂടെ സന്ദർഭവശാൽ നടന്നു പോകുന്ന മാഷും ശങ്കരൻ നായരും കാണുന്ന ഒരു സീനുണ്ട്. അപ്പോൾ ശങ്കരൻ നായർ പറയുന്നത് ഇങ്ങനെയാണ്: നിന്നെ പിഴപ്പിച്ചവൻ ഇപ്പോഴും ഈ നാട്ടിൽ ദൈവത്തിന് മുൻപിലും സമുദായത്തിന് മുൻപിലൊക്കെ ഒരു വലിയ മാന്യമായിട്ട് നടക്കുകയാണെന്ന് എനിക്കറിയാം. നടക്കട്ടെ, എന്താ മാഷേ, ആർക്കും അറിയില്ല. അത് അങ്ങനെ ഒരു മാന്യൻ ഉണ്ടാവും, അയാൾ ഇപ്പോഴും നടക്കുന്നുണ്ട് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ അതുപോലെ അറിയാം എന്താ മാഷേ എന്ന് ചോദിക്കണം. അദ്ദേഹത്തിന് മാത്രമേ അറിയുള്ളൂ. അദ്ദേഹത്തിന്റെ മുഖഭാവം കണ്ടാൽ അറിയാം. അയാൾക്ക് വളരെ ഒരു വലിയ പരുങ്ങലുണ്ട്. പക്ഷേ ശങ്കരൻ നായർക്ക് അറിയില്ല അങ്ങനെ ഒരു സംഭവം. നീലി ഒരു കാര്യം ചെയ്യ്, എൻ്റെ വീട്ടിൽ വന്നോ, ഈ 10 തികഞ്ഞ് നിൽക്കുമ്പോൾ പെരുവഴി കിടന്ന് കഷ്ടപ്പെടണ്ട എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതുപോലും പറയുന്ന ശങ്കരൻ നായരാണ് ഇദ്ദേഹത്തെ ഇവിടെ ആഖ്യാനത്തിൽ നിന്ന് പുറത്താക്കി. ആധുനികതയുടെ വക്താക്കൾ ബോധപൂർവം ദളിത് സ്ത്രീയെ ആഖ്യാനത്തിൽ നിന്ന് പുറത്താക്കി എന്നാണ്. ഈ കഥയിൽ നിന്ന് ശങ്കരൻ നായർ എങ്ങനെയാണോ പുറത്താക്കിയത് അതുപോലെ അതൊരു ബോധപൂർവമായ ശ്രമമായിരുന്നു എന്നാണ് ഈ കഥയിലൂടെ കാണാൻ ശ്രമിക്കുന്നത്. പിന്നീട് മോഹനൻ എന്ന നീലിയുടെ കുട്ടി തൻ്റേതാണെന്നും ഇതുവരെ ഈ രഹസ്യം മറച്ചു വെച്ച് ആരും ആ വാതിൽ നിന്റെ മുന്നിൽ കുട്ടിയടക്കില്ല എന്ന് പോലും അദ്ദേഹം പറയുന്നുണ്ട്. വരുമെന്നാണ്, വീട്ടിലേക്ക് വരുമെന്ന് പറഞ്ഞ് ക്ഷണിക്കുന്നത്. അപ്പോൾ അടുത്ത വേറൊരു രംഗത്ത് മോഹനൻ എന്ന കുട്ടി തൻ്റേതാണെന്നും ഇതുവരെ ഈ രഹസ്യം മറച്ചതിന് എനിക്ക് മാപ്പ് തരണം എന്ന് പറയുന്നുണ്ട്. അവനെ തനിക്ക് തിരിച്ചു തരണമെന്ന് ശ്രീരന്മാസ് ആവശ്യപ്പെട്ടപ്പോൾ അത് നിരസിച്ചുകൊണ്ട് ശങ്കരൻ നായർ പറഞ്ഞ എങ്ങനെയാണ്: മോഹനൻ നിങ്ങളുടെ മകനോ? നമ്മൾ കേട്ടു ആ ഡയലോഗൊക്കെ. മോഹനൻ നിങ്ങളുടെ മകനോ? എപ്പോഴാണ് ഇത് കണ്ടുപിടിച്ചത്? റെയിൽപാളത്തിനടുത്ത് ചരൽക്കല്ലുകളിൽ ഒരു ചോരക്കുഞ്ഞ് കിടന്ന് പിടിച്ചപ്പോൾ അതിനെ രക്ഷിക്കാൻ അന്ന് ഞാൻ ഒരാളെ കണ്ടില്ല. അന്നത് പുലിയക്കുട്ടിയായിരുന്നു. അന്ന് നിങ്ങളിവിടെ തൂണ് പോലെ നിന്നിരുന്നില്ലേ? എന്തുകൊണ്ടൊരു വാക്ക് പറഞ്ഞില്ല? സ്വന്തം കുട്ടിയെപ്പറ്റി എന്തുകൊണ്ട് എന്നോട് മിണ്ടിയില്ല? അന്ന് ജാതിയായിരുന്നു ചോരയേക്കാൾ വലുത് അല്ലേ എന്നാണ് ചോദിക്കുന്നത്. മുകളിൽ പറഞ്ഞ ദൃശ്യങ്ങളിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്: നീലിയുടെ കാമുകൻ ശ്രീധരൻ മാഷാണ് എന്നുള്ള വസ്തുത ശങ്കരൻ നായർ അറിഞ്ഞിരിക്കാൻ ഇടയുണ്ട് എന്ന ജെനി റൊവീന കൂട്ടിവായനയുടെ എത്തുന്ന നിഗമനത്തെ നേരിട്ട് തന്നെ അസാധുവാക്കുന്ന ഒട്ടനവധി വാച്യമായ തെളിവുകൾ സിനിമയിലുണ്ട്. എന്തുകൊണ്ട് ഈ സിനിമയെ ഡിസെക്ട് ചെയ്യുന്നു ഞാൻ പറഞ്ഞു. കാര്യം ഇതിലൂടെ ആധുനികതയാണ് വിമർശിക്കപ്പെടുന്നത്. ബോധപൂർവമായൊരു പുറത്താക്കൽ നടന്നു എന്നുള്ളിടത്താണ് എൻ്റെ ഒരു സബ്മിഷൻ. അതങ്ങനെ ഒരു ബോധപൂർവമായ പുറത്താക്കലല്ല എന്നുള്ളത്. ഒരു അന്ധബിന്ദുക്കൾ ഉണ്ടായിരുന്നു. കേരളത്തിലെ ആധുനികതയ്ക്ക് ലിംഗനീതിയെ സംബന്ധിച്ചിടത്തോളം, അതുപോലെ തന്നെ ജാതിപരമായ അസമത്വത്തെ സംബന്ധിച്ചിടത്തോളം ചില അന്ധബിന്ദുക്കൾ ഉണ്ടായിരുന്നു എന്നത് വസ്തുതയാണ്. ബോധപൂർവമായ ഒരു തിരസ്കാരമായിരുന്നു എന്ന് പറയുന്നത് ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ശങ്കരൻ നായർ അല്ലെങ്കിൽ കേരളീയ ആധുനികത ദളിത സ്ത്രീയെ പുറന്തള്ളിയത് ബോധപൂർവമാണോ? ദളിതയെയും സ്ത്രീയെയും പുറന്തള്ളിയത് ബോധപൂർവമാണോ? ജെനി റൊവീന ഇങ്ങനെ നിരീക്ഷിക്കുന്നു: ജാതി സമ്പ്രദായങ്ങൾക്കുള്ളിൽ സ്വയം കണ്ടെത്തുമ്പോഴും അതിനെ തള്ളിപ്പറഞ്ഞുകൊണ്ടുള്ള പുതിയ ലോകത്തെ വിഭാവനം ചെയ്തുകൊണ്ടാണ് ആധുനിക വ്യവഹാരങ്ങൾ പ്രവർത്തനക്ഷമമാവുന്നത്. ഇത്തരം വ്യവഹാരങ്ങളുടെ അടിസ്ഥാനപരമായ വൈരുദ്ധ്യങ്ങൾ തന്നെയാണ് അതിൻ്റെ ഉത്തമ പ്രതീകമായി തീരാൻ ഏറ്റവും സാധ്യതയുള്ള നീലിയെ ആഖ്യാനത്തിന് പുറത്തേക്ക് തള്ളിമാറ്റുന്നത്. ഇങ്ങനെ അവളെ ഉന്മൂലനം ചെയ്തതിനു ശേഷമാണ് ആഖ്യാനം മുന്നോട്ട് നീങ്ങുന്നത്. നല്ല ഹൃദയമുള്ള ഒരാളായിട്ടും നീലിയോട് ശ്രീധരൻ ചെയ്തു പോകുന്ന ഒരു തെറ്റായിട്ടാണ് ഈ പ്രക്രിയ സിനിമയിൽ അവതരിപ്പിക്കപ്പെടുന്നത്. എന്നാൽ ഈ സിനിമയിൽ ജാതി സമ്പ്രദായങ്ങൾക്കെതിരെയുള്ള പുരോഗമനവാദങ്ങൾ മുഴക്കുന്ന ശങ്കരൻ നായരും നീലിയുടെ ബഹിഷ്കരണത്തിന് ഉത്തരവാദിയാണ് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് നീലി പ്രതിനിധാനം ചെയ്യുന്ന ദളിത് സ്ത്രീ സത്വത്തിൻ്റെ അസാധ്യതകൾ കൂടുതൽ വ്യക്തമാവുന്നത്. ആഖ്യാനത്തിൽ നിന്നും, ഇതൊക്കെ ജെനി റൊവീനയുടെ വാക്കുകളാണ്, ആഖ്യാനത്തിൽ നിന്നും നീലിയെ ബഹിഷ്കരിക്കാൻ ശങ്കരൻ നായർ 2 തരത്തിലുള്ള പങ്കുവഹിക്കുന്നു. ആദ്യം തന്നെ ശ്രീധരനെ പറ്റിയ അപകടത്തെക്കുറിച്ച് അധികം അന്വേഷിക്കാതെ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നന്നായി അറിഞ്ഞുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട സ്ത്രീയെ, അതായത് നീലിയെ, ശ്രീധരന്റെ ജീവിതത്തിൽ നിന്നും ആഖ്യാനത്തിൽ നിന്നും പുറന്തള്ളാൻ അയാൾ പ്രവർത്തിക്കുന്നു. രണ്ടാമതായി സ്വവംശ ജാതി വിവാഹ സമ്പ്രദായത്തിനോടും സദാചാരത്തിനോടും കുലു പുലർത്തിക്കൊണ്ട് ജാതിക്കപ്പുറം നീങ്ങണമെന്ന് പുരോഗമനവാദം പറയുമ്പോഴും അയാൾ ജാതീയമായി തന്നെ പ്രവർത്തിക്കുകയും ഇത് കാരണം നീലി ആഖ്യാനത്തിന് വെളിയിലേക്ക് പുറന്തള്ളപ്പെടുകയും ചെയ്യുന്നു. ഇങ്ങനെ നീലിയെ ബഹിഷ്കരിക്കാൻ വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിച്ചതിന് ശേഷമാണ് ശങ്കരൻ നായർ അവർ പ്രസവിച്ച കുട്ടിയെ മനുഷ്യനെ അംഗീകരിക്കണമെന്ന് പറഞ്ഞ് ഘോരഘോരം പ്രസംഗിക്കുന്നത്. ഈ നീലി ആഖ്യാനത്തിൽ നിന്ന് പുറത്താവുന്നുണ്ടോ എന്നത് തന്നെ ഒരു ചോദ്യമാണ്. കാരണം ജീവിച്ചിരിക്കുന്ന നീലിയേക്കാൾ മരിച്ചുപോയ നീലി ശ്രീധരൻ നായരുടെ മനോവ്യാപാരത്തിന്റെ ഭാഗമായി തീർന്നു എന്നതാണ് നാം കാണുന്നത്. ഭാര്യയുടെ ചിത്രം നോക്കുമ്പോൾ അത് നീലിയുടെ ചിത്രമായി കാണുന്നു. രാത്രി 2 മണിക്ക്, ക്ലോക്ക് കാണിക്കുന്നത് രാത്രി 2 മണിക്ക് തനിയെ എഴുന്നേറ്റ് നടന്നുപോയി റെയിൽപാളത്തിനടുത്ത് നീലി മരിച്ചു കിടന്നിടത്തെ ചരൽക്കല്ലുകൾ കൂപ്പുകൈയോടെ വാരി നെഞ്ചിലേക്ക് ചേർക്കുന്നു. ഇങ്ങനെയൊക്കെ നീലിയാൽ ആവേശിതനായ ഒരു ശ്രീധരൻ മാസ്റ്ററെയാണ് നമ്മൾ 2ാം പകുതിയിൽ കാണുന്നത്. ശ്രീധരത്തിന്റെ ജീവിതത്തിൽ നിന്ന് നീലി പുറത്തു പോകുന്നു എന്ന് ശരി തന്നെ. അതിൽ
പക്ഷേ ശങ്കരൻ നായർ എന്തെങ്കിലും പങ്ക് വഹിച്ചതായി കാണാൻ പറ്റുന്നില്ല. എനിക്ക് സമുദായത്തെ ബഹുമാനിക്കണ്ടേ, ജനങ്ങളുടെ ഇടയിൽ കഴിഞ്ഞുകൂറണ്ടേ എന്ന ന്യായം പറഞ്ഞ് ശ്രീധരൻ നീലിയെ ഉപേക്ഷിച്ച് കഴിഞ്ഞ ശേഷമാണ്, അത് കഴിഞ്ഞ ശേഷം ആ എങ്ങനെ നീ മറക്കുമെന്ന ഗാനരംഗം, ചായക്കടയിൽ നളിനിയുടെ മുറച്ചെറുക്കൻ ചെന്നൊരു പാത്രം മോഷ്ടിക്കുന്ന രംഗം, ഇത്രയോ കഴിഞ്ഞ ശേഷമാണ് ശങ്കരൻ നായർ കല്യാണവലയമായി ശ്രീധരൻ മാഷെ സമീപിക്കുന്ന ദൃശ്യം നാം കാണുന്നത്. ശ്രീധരന് നീലി എന്ന ദളിത് യുവതിയുമായുള്ള ബന്ധം ശങ്കരൻ നായർക്ക് അറിയാമായിരുന്നെന്നും ജാതി വ്യവസ്ഥയ്ക്ക് യാതൊരു തരത്തിലും കോട്ടം വരുത്താതെ രീതിയിലുള്ള ഒരു പുരോഗമനവാദമാണ് ബോധപൂർവം തന്നെ ശങ്കരൻ നായർ, അതല്ലെങ്കിൽ അയാൾ പ്രതിനിധീകരിക്കുന്ന കേരളീയ ആധുനികത അവബോധം കൊണ്ടു നടന്നത് എന്നതിനാൽ മനഃപൂർവ്വമാണ് അവളെ ആഖ്യാനത്തിൽ നിന്ന് പുറത്താക്കിയെന്നുമുള്ള ഒരു അതിവായന എന്നത് ഒരു അതിവായനയാണ് എന്ന് നമുക്കിവിടെ വ്യക്തമാവുന്നുണ്ട്. ശങ്കരൻ നായരെ പോലെ ശ്രീധരനും വിഷമിക്കുന്നത് നീലിയെക്കുറിച്ച് ഓർത്തല്ല, അപ്പുറത്തെ വീട്ടിൽ താമസിക്കുന്ന ശങ്കരൻ നായരുടെ കൂടെ വളരുന്ന തന്റെ കുട്ടിയെ ഓർത്താണ് എന്ന് ജെനി റോബീന പറയുന്നു. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ കൃത്യമായി ഇതിൽ കാണുന്നുണ്ട്. നീലിയെ ഓർത്ത് അദ്ദേഹം വളരെ വളരെ ദുഃഖിതനും ഒരു ഭ്രാന്തിനോട് എടുക്കുന്ന മാനസികാവസ്ഥയിലേക്ക് വരെ എത്തുന്നുണ്ട് എന്നുള്ളത്. അതുപോലെ വേറൊരു ചോദ്യം ജെനി റോബീന ഉന്നയിക്കുന്നത് ശ്രീധരന്റെ തെറ്റ് മൂടി വെക്കപ്പെടുന്നു എന്നുള്ളതാണ്. ജാതി നിഷേധിക്കുന്ന നീലിയുടെ ആധുനിക അവകാശങ്ങൾക്കെതിരെ ശ്രീധരന്റെ ജാതി അധിഷ്ഠിതമായ ആധുനികത, അങ്ങനെയാണ് പറയുന്നത്, ജാതി അധിഷ്ഠിതമായ ആധുനികത, അത് ശ്രീധരന്റെയും ശങ്കരൻ നായരുടെയും ജാതിയിൽ അധിഷ്ഠിതമായ ആധുനികത എന്നാണ് പറയുന്നത്, അംഗീകരിച്ചുകൊണ്ട് ഏത് ജാതിസ്ഥാനത്തേക്കും ഏറ്റെടുക്കാൻ പാകത്തിൽ അനാഥമാക്കപ്പെട്ട ഒരു കുട്ടിയുടെ പേരിലാണ് ആധുനികതയെക്കുറിച്ചുള്ള വ്യവഹാരങ്ങൾ ഇവിടെ അവതരിപ്പിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് നിർവാഹകത്വമുള്ള ഒരു ദളിത് സ്ത്രീയുടെ സങ്കടങ്ങൾ കാഴ്ചവെക്കുമ്പോൾ പോലും അവളോട് ശ്രീധരൻ ചെയ്ത തെറ്റിനെക്കുറിച്ച് ഒരു സംവാദം പോലും ഈ സിനിമയിൽ ഉണ്ടാവാതിരിക്കുന്നത് എന്ന് ജെനി എടുത്തു പറയുന്നു. അതായത് ശ്രീധരൻ നീലിയോട് ചെയ്ത തെറ്റിനെക്കുറിച്ച് ഒരു സംവാദം ഈ സിനിമയിൽ ഇല്ല എന്നാണ്. അത് ശരിയല്ല, നമ്മളത് കേട്ടുമല്ലോ. അത് കൃത്യമായി ശ്രീധരൻ നായർ പറയുന്നുണ്ട്. ആ നീലിയെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ സുഖത്തിൽ നിന്ന് തുള്ളിയ ആ പാവപ്പെട്ട പെണ്ണിനെ പറ്റി നിങ്ങൾ ഓർത്തോ? എല്ലാം കഴിഞ്ഞപ്പോൾ അവൾ പുലച്ചിയായി, നിങ്ങളുടെ മാനത്തിന് മന്ദസ്വം നിരക്കാത്തവളായി. ആ ശവത്തിന്റെ മുഖത്ത് ഒരു കീറ തുണി വലിച്ചിടാൻ പോലും കയ്യുറപ്പുണ്ടായില്ല. ആ പുലച്ചിയുടെ ശവത്തെ നിങ്ങൾ മേടിച്ചു. കരയാൻ ലജ്ജയില്ലേ? ഭീരു എന്ന വാക്കാണ്. അന്ന് അവിടെയെല്ലാം നോക്കി ഇന്ന് കണ്ട് സുഖത്തിലും അന്തസ്സിലും അങ്ങ് പോയില്ലേ? അന്ന് എന്നോടൊരു വാക്ക് പറയാമായിരുന്നില്ലേ? അന്ന് നാക്കിറങ്ങിപ്പോയോ? എല്ലാം കഴിഞ്ഞ് ഇപ്പൊ വന്നിരിക്കുന്നു എന്റെ മകൻ. ആരുടെ മകൻ? ഈ പുലയച്ചെറുക്കൻ നിങ്ങളുടെ മകനോ? ഞാൻ അവനെ ചളിയിൽ നിന്നെടുത്ത് വെള്ളം തോർത്തെടുത്തപ്പോൾ അവകാശം പറഞ്ഞു വന്നിരിക്കുന്നു എന്റെ മകൻ. ആരുടെ മകൻ? ഇങ്ങനെ കൃത്യമായിട്ട് ഈ ശ്രീധരൻ നീലിയോട് ചെയ്ത തെറ്റിനെക്കുറിച്ച് അദ്ദേഹം അപലപിക്കുന്നുണ്ട്, രോഷാകുലനാവുന്നുണ്ട്. ഇത് ജാതി അധിഷ്ഠിതമായ ആധുനികത എന്നത് തൊട്ടു മുൻപ് നാം കണ്ട ദൃശ്യത്തിൽ ശേഖരൻ നായർ ജാതി അധിഷ്ഠിതമായ ആധുനികതയെ കളിയാക്കുകയും അപലപിക്കുകയും ചെയ്യുന്നതാണ്, അംഗീകരിക്കുന്നതല്ല നാം കാണുന്നത്. എന്റെ മകൻ ആരുടെ മകൻ? ഈ പുലയച്ചെറുക്കനെ പ്രമാണിയായ നിങ്ങൾക്ക് പറ്റില്ല. എന്റെ മകനെ തട്ടിപ്പറിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അവനെ ഞാൻ തരില്ല. ഇവൻ ഒരു പുതിയ ജാതിയാണ്, പുതിയ തലമുറയാണ്, പുതിയ പൗരനാണ്. ജാത്യധിഷ്ഠിതമല്ലത്. ജാത്യധിഷ്ഠിതമായ ആധുനികത ആയി ഇതിനെ കാണുന്നത് ഒരു അതിവായനയാണ്, തെറ്റാണ്. നിങ്ങൾ ഇവനെ അർഹിക്കുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞു, ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നിങ്ങൾ ഇവനെ അർഹിക്കുന്നില്ല. കാരണം ജാതി നോക്കി പോകുന്ന ഒരാൾ ഇതിനെ അർഹിക്കുന്നില്ല എന്നാണ് ശ്രീധരൻ എടുത്ത് പറയുന്നത്. ഇവിടെ സിനിമയുടെ അവസാന ദൃശ്യത്തിൽ നാം കേൾക്കുന്ന ഒരു സന്ദേശം കൃത്യമായും ജാതി അധിഷ്ഠിതമല്ല, ജാതി നിഷേധിച്ചുകൊണ്ട് ജാതി വിമുക്തമായ ഒരു പാരമ്പര്യാനന്തര സമൂഹത്തിലേക്ക് മുന്നേറാനുള്ള ഒരു ആഹ്വാനം തന്നെയാണ്. ഇത് മാത്രം മറക്കരുത്. അവനെ ഒരു നല്ല മനുഷ്യനാക്കി വളർത്തൂ, ഒരു വലിയ മനുഷ്യനാക്കി വളർത്തൂ. നായരും മാപ്പിളയും പുലിനും ഒന്നും ആക്കണ്ട, എനിക്കത് മാത്രം മതി എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിക്കുന്നത്. അപ്പൊ ഈ ശങ്കരൻ നായർ പറയുന്ന നാളത്തെ പൗരൻ ഒരു നായരാണോ എന്നുള്ളതാണ്. നായരെയാണോ? അതാണ് ജെനി റോബീന ഉന്നയിക്കുന്ന ഒരു വിമർശനം. ജെനി റോബീനയുടെ നിരീക്ഷണം ഇതാണ്: ഹിന്ദു സദാചാര സ്ത്രീയെയും പുരുഷനെയും ശ്രീധരന്റെയും നളിനിയുടെയും സവർണ രൂപത്തിൽ നിർമ്മിച്ച് അവരുണ്ടാക്കുന്ന ഹിന്ദു സദാചാര കുടുംബത്തെ ആധുനിക സിനിമാ സംസ്കാരത്തിന്റെ കേന്ദ്രത്തിൽ പ്രതിഷ്ഠിച്ചതിന് ശേഷമാണ്, ഇത് ലേഖയുടെ വാചകങ്ങളാണ്, ഇങ്ങനെ ഒരു പ്രത്യയശാസ്ത്ര വ്യവസ്ഥിതിയിലേക്ക് അനാഥനായ കുട്ടി ദത്തെടുക്കപ്പെടുന്നത്. ഇവിടെ നീലിയില്ല. പകരം നീലിക്ക് നായർ യുവാവിലുണ്ടായ കുഞ്ഞാണ് നാളത്തെ പൗരനാവുന്നത്. മാത്രമല്ല, അവൻ ഇങ്ങനെ ഒരു പൗരനാവുന്നത് അവന്റെ അമ്മയുടെ മരണത്തിന് ശേഷം അവന്റെ ദലിത് സ്വത്വം പൂർണ്ണമായും ഇല്ലാതായതിനു ശേഷം അവൻ നായർ കുടുംബത്തിലേക്ക് ദത്തെടുക്കപ്പെടുമ്പോഴാണ്. അങ്ങനെ കേരള ആധുനികതയിൽ പൗരത്വം എന്നത് തന്നെ സവർണ ജാതി സ്ഥാനവുമായി കൂടിക്കലർന്ന ഒരു പ്രതിഭാസമായി മാറുന്നു. ഇങ്ങനെ ഒരു പൗരത്വത്തിലേക്ക്, നായർ സ്വത്വത്തിലേക്ക് ദത്തെടുക്കപ്പെടാനുള്ള ആവേശമാണ് ഇവിടെ ആധുനികതയുടെ ഏറ്റവും പുരോഗമനപരമായ മുഖമായി തീരുന്നത്. ഇങ്ങനൊരു പൊള്ളയായ ദത്തെടുക്കലിനെ കീഴ്ജാതികൾക്കും അപര സമുദായങ്ങൾക്കും സവർണ പ്രത്യയശാസ്ത്രങ്ങളിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു ആഹ്വാനമായാണ് കാണേണ്ടതെന്നാണ് ജെനി ഇതിനെ വായിക്കുന്നത്. ഇത് ഈ ഒരു കാര്യം, ഈ ഒരു നായർവൽക്കരണം, ബ്രാഹ്മണവൽക്കരണം, ഇതാണ് യഥാർത്ഥത്തിൽ ബോധപൂർവം, അവിടെയാണ് പ്രശ്നം. ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടാവും.
പക്ഷെ ബോധപൂർവം ഈ ആധുനികതയുടെ വക്താക്കൾ ഇതാണോ ഉദ്ദേശിച്ചതെന്ന് ചോദിച്ചാൽ അത് അങ്ങനെയല്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അങ്ങനെ നമ്മൾ കാണുന്നുണ്ട്, വളരെ വാച്യമായി തന്നെ അവർ പറയുന്നുണ്ട് ഇതല്ല അവർ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. ഇതാണ് നമ്മൾ കണ്ടതല്ലേ, ഇത് മാത്രം മറക്കരുത് എന്നുള്ളത്, നല്ല മനുഷ്യനാക്കി വളർത്തുന്നുള്ളത്. ഇവിടെ ഈ ഒരു പ്രശ്നമുണ്ടല്ലോ, അതായത് ആധുനികതയെക്കുറിച്ചുള്ള അതിവിമർശനം എങ്ങനെയാണ് സത്വവാദത്തിലേക്ക് വഴിതെറ്റുന്നതെന്നാണ് ഞാനിവിടെ ചൂണ്ടിക്കാണിക്കാൻ ശ്രമിക്കുന്ന വിഷയം. നീലിയല്ല, പകരം നീലിക്ക് നായർ വിഭാഗത്തിലുണ്ടായ കുഞ്ഞാണ് നാളത്തെ പൗരനാവുന്നത്. ജെനി റോബിനെ പറയുന്നു. മാത്രമല്ല അവൻ അങ്ങനെ ഒരു പൗരനാവുന്നത് അവൻ്റെ അമ്മയുടെ മരണത്തിന് ശേഷം അവൻ്റെ ദളിത് സ്വത്വം പൂർണ്ണമായും ഇല്ലാതായതിനു ശേഷം അവൻ നായർ കുടുംബത്തിലേക്ക് ദത്തെടുക്കപ്പെടുമ്പോഴാണ്. വീട് വരുന്നത് ദളിത് സ്വത്വം, നായർ സ്വത്വം, നമ്പൂരി സ്വത്വം, ഇങ്ങനെയുള്ള പ്രത്യേക സ്വത്വങ്ങൾ പരമ്പരാഗതമായ രീതിയിൽ തന്നെ ഈ സ്വത്വങ്ങൾക്ക് ഏകാത്മകമായ നിലനിൽപ്പ്, സിംഗുലർ അഫിലിയേഷനാണ് ഉദ്ദേശിക്കുന്നത്. അതാണ് ഇപ്പോൾ ദളിത് സ്വത്വം പൂർണ്ണമായി ഇല്ലാതാക്കുന്നതിലൂടെയാണ്. അങ്ങനെയാണ്. അങ്ങനെ ആ ഒരു ഈ സിംഗുലർ അഫിലിയേഷൻ, ഏകാത്മക സ്വത്വം എന്നുള്ളത് പാരമ്പര്യ സമൂഹത്തിന്റെ ഒരു വീക്ഷണമാണ്. ഇത് അമർത്യ സെൻ ഐഡന്റിറ്റി ആൻഡ് വയലൻസ് പറയുന്നതാണ്. നമ്മൾ ആ സ്വത്വവാദത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള ആ ഒരു സംഭാഷണത്തിൽ വിശദമായി ഈ വിവരം പറയുന്നുണ്ട്. വിച്ച് ടേക്സ് ദ ഫോം ഓഫ് അസ്യൂമിങ് ദാറ്റ് എനി പേഴ്സൺ പ്രീഎമിനന്റ്ലി ബിലോങ്സ് ഫോർ ഓൾ പ്രാക്ടിക്കൽ പർപ്പസസ് ടു വൺ കളക്റ്റീവ് ഓൺലി, നോ മോർ ഓർ നോ ലെസ് എന്നാണ്. നമ്പൂരിയാണെങ്കിൽ നമ്പൂരി തന്നെ, ദളിതനാണെങ്കിൽ ദളിതൻ തന്നെ, നായരാണെങ്കിൽ നായർ തന്നെ. അവൻ ജനിക്കുന്നതോടുകൂടി അവന്റെ മേൽ ദളിത് സ്ത്രീ അല്ലെങ്കിൽ നായർ പുരുഷൻ എന്ന് ചാർത്തുന്ന മുദ്ര അവന്റെ ജീവിതം അങ്ങോട്ട് മുഴുവനും നിശ്ചയിക്കപ്പെട്ടു കഴിഞ്ഞു. എന്ത് ചെയ്യണം, ആരെ കാണണം, ആരെ വിവാഹം ചെയ്യണം, എന്ത് ജോലി ചെയ്യണം, എങ്ങനെ ജീവിക്കണം, എല്ലാ കാര്യങ്ങളും ഈ ഒരു ഏകാത്മക സ്വത്വത്താൽ നിർബന്ധിതമായി. അതാണ് സ്വത്വ നിർബന്ധങ്ങൾ എന്ന് പറയുന്നത്. നാളെയുടെ പ്രതീക്ഷ പ്ലൂരാലിറ്റി ഓഫ് ഐഡന്റിറ്റീസ് ആണ്. അമർത്യ പറയുന്നതാണ്. സ്വത്വ വൈവിധ്യമാണ് നാളെയുടെ പ്രതീക്ഷ എന്നുള്ളത്. ദ ഓൾട്ടർനേറ്റീവ് ടു ദ ഡിവിസീവ്നെസ് ഓഫ് വൺ പ്രീ എമിനന്റ് കാറ്റഗറൈസേഷൻ. പാരമ്പര്യ സമൂഹം ചെയ്തുകൊണ്ടിരുന്നത് എന്താണ്? ഈ രീതിയിൽ ഓരോ സ്വത്വങ്ങളായി ആൾക്കാരെ ഓരോ പ്രാവിൻ കൂട്ടിൽ അടക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ദ ഓൾട്ടർനേറ്റീവ്, ഇതിനുള്ള പ്രതിവിധി എന്താണ്? ടു ദ ഡിവിസീവ്നെസ് ഓഫ് വൺ പ്രീ എമിനന്റ് കാറ്റഗറൈസേഷൻ ഈസ് നോട്ട് എനി അൺറിയൽ ക്ലെയിം ദാറ്റ് വി ആർ ഓൾ മച്ച് ദ സെയിം. നമ്മൾ എല്ലാവരും ഒരേപോലെയാണെന്നല്ല അതിനർത്ഥം. ദാറ്റ് വി ആർ നോട്ട്, ഒരാളും വ്യത്യസ്തനാണ്. Rather, the main hope of harmony in our troubled world, നമ്മുടെ ഈ വിഷമം പിടിച്ച ലോകത്ത് ഒരു സമാധാനമായി ജീവിക്കാനാണ്. സമാധാനത്തിന്റെയും പിന്നെ സമാധാനത്തിന്റെ ഒരു വഴി എന്തെന്നാൽ ഇൻ ദ പ്ലൂരാലിറ്റി ഓഫ് അവർ ഐഡന്റിറ്റീസ്, ഓരോ ആളുടെയും സത്വത്തിന് വൈവിധ്യം ഉണ്ടാവുക. സ്വത്വ വൈവിധ്യമാണ് നാളെയുടെ പ്രതീക്ഷ. which cut across each other and work against stark divisions around one single hard line of vehement division that allegedly cannot be resisted. ഈ തരത്തിലുള്ള ഏകാത്മക തത്വങ്ങളിൽ നിന്നുള്ള വിമോചനമാണ് പാരമ്പര്യാനന്തര സമൂഹത്തിലേക്ക് വരുമ്പോൾ സംഭവിക്കുന്നത്. ഈ സത്വവൈവിധ്യ സമൃദ്ധി ആഘോഷിക്കുന്ന വ്യക്തികളുടെ കൂട്ടുജീവിതങ്ങൾ വഴി എല്ലാവിധ ഏകാത്മക ഗോത്രീയ സത്വങ്ങളും അപ്രസക്തമാവുന്ന കാലമാണ്. അതാണ് അവിടെ അവസാനം അവർ പറയാൻ ശ്രമിക്കുന്നത്, സന്ദേശമായി കൊടുക്കുന്നത്. ഇതിനൊരു മനുഷ്യനാക്കി വളർത്തു, നായരും മാപ്പിളയും ഒന്നും ആക്കി മാറ്റാതെ. അംബേദ്കർ പറയുന്നൊരു കാര്യമാണ് ജാതി. ഇതെന്താന്ന് വെച്ചാൽ ഈ ഒരു പ്രശ്നം ആധുനികതയെ ഈ ഏകാത്മക സത്വം എന്ന പാരമ്പര്യ ധാരണയിലേക്ക് ആധുനികത വിമർശനം തിരിച്ചു പോകുന്നു എന്ന് പറയുന്നതിന്റെ പ്രശ്നമാണ് ഞാൻ ഈ ഉന്നയിക്കാൻ ശ്രമിക്കുന്നത്. ഇവിടെ നമ്മൾ കാണേണ്ട ഒരു വിഷയം എന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ ഇപ്പം അംബേദ്കർ പറഞ്ഞൊരു കാര്യമുണ്ട്, ജാതി വ്യവസ്ഥ തകർക്കാൻ പറ്റിയ മാർഗം മിശ്ര വിവാഹമാണ്, മറ്റൊന്നും ജാതിയുടെ ലായകമായി തീരുന്നില്ല എന്ന് അനീറോഷ് ഓഫ് കാസ്റ്റിൽ എടുത്തു പറയുന്നുണ്ട് അംബേദ്കർ. ഇറ്റ്സ് എ നോഷണൽ ചേഞ്ച്. ജാതിയുടെ നശീകരണം എന്നത് സങ്കല്പത്തിന്റെ മാറ്റമാണ് എന്ന് പറയുന്നത്. ഇറ്റ്സ് എ നോഷണൽ ചേഞ്ച് എന്നാണ് പറയുന്നത്. നോഷണൽ ചേഞ്ച്. ഞാൻ പറയുന്നത് അയ്യപ്പൻ എൻ്റെ ഈ ഒരു ഇതില് സഹോദരൻ അയ്യപ്പന്റെ മകൾ അനുസ്മരിക്കുന്നുണ്ട്. മിശ്രവിവാഹം ചെയ്യുവാൻ, അതായത് ഇത്രയൊക്കെ മിശ്രവിവാഹത്തിനെ അംബേദ്കർ എല്ലാവരും പുകഴ്ത്തിയില്ല, അയ്യപ്പന്റെ സഹപ്രവർത്തകരൊക്കെ തന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. മിശ്രവിവാഹം ചെയ്യുവാൻ അച്ഛന്റെ സഹായം അപേക്ഷിച്ചുകൊണ്ട് ഓടി വന്ന് 2 ചെറുപ്പക്കാരെ ഉപദേശിച്ച് അച്ഛൻ തിരിച്ചയക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് ആയിഷ ഗോപാലകൃഷ്ണൻ ഇതിൽ പറയുന്നുണ്ട്. ഇതൊരു വിമർശനമാണ് വാസ്തവത്തിൽ. ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാല്, നമ്മുടെ ആധുനികതയുടെ ആദ്യ മുദ്രകളായിട്ടുള്ള ആൾക്കാരെ, നമ്മുടെ ആധുനികതയുടെ പ്രതിനിധികളൊക്കെ വിമർശിക്കാം. ഇങ്ങനെ അവരിലൊക്കെ നമുക്ക് ഓരോ പ്രശ്നങ്ങൾ ഇതുപോലെ കാണാൻ പറ്റും. അതിനർത്ഥം അയ്യപ്പനെ കൊണ്ട് തള്ളിക്കളയെന്നല്ല. അദ്ദേഹത്തിന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെതായ കാരണങ്ങളുണ്ടാവും. ഇവര് പരിമിതികളില്ലാത്ത ആരുമില്ല. എല്ലാ ആധുനികതയുടെ ആദ്യത്തെ നമ്മുടെ ഈ കേരളീയ ആധുനികതയുടെ പ്രതീകങ്ങൾ എന്ന് പറയുന്ന വ്യക്തികൾക്കൊക്കെയും പരിമിതികളുണ്ട്. പക്ഷെ അതുകൊണ്ട് മനഃപൂർവ്വം അംബേദ്കറിന്റെ പ്രൊജക്ട് അട്ടിമറിക്കാൻ ശ്രമിച്ച ഒരാളാണ്
അയ്യപ്പൻ എന്ന് പറഞ്ഞാൽ എന്തായി? അത് അതിവായനയാണ്. അതാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. നീലക്കുയിലിന്റെ വിമർശനത്തിലൂടെ ഞാൻ അഡ്രസ് ചെയ്യാൻ ശ്രമിക്കുന്നത് കേരള ആധുനികതയെ നേരിടുന്ന അതിവിമർശനത്തെ നേരിടാനാണെന്ന് ഞാൻ പറയുന്നത്. അതെങ്ങനെയാണ് ഇത് ഈ സിനിമയിലുള്ള കഥയെ പോലും അട്ടിമറിച്ചുകൊണ്ട്, കഥയിൽ വളരെ വ്യക്തമായി കഥയിൽ പറയുന്ന കാര്യങ്ങൾ പോലും കാണാതെ പുതിയ ആഖ്യാനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് അതിവായനകൾ നടത്തുമ്പോൾ ഇത് തന്നെയാണ് കേരള ആധുനികതയ്ക്കുള്ള അതിവിമർശനങ്ങളുടെ സ്വഭാവം എന്ന് വ്യക്തമാക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. ജാതി വ്യവസ്ഥ തകർക്കാൻ പറ്റിയ മാർഗം മിശ്രവിവാഹമാണ്, മറ്റൊന്നും ജാതിയുടെ ലായകമായത്തില്ലെന്ന് അംബേദ്കർ പറയുമ്പോൾ ഇങ്ങനെ അദ്ദേഹം ചെയ്തിട്ടുണ്ടെന്ന് പറയാം. അതിന്റെ റീസൺ പറയുന്നതാണ്, എത്ര ഉഗ്രം പ്രമേയമായാലും ഏതാണ്ട് സാദൃശ്യമുള്ള ജീവിത പശ്ചാത്തലങ്ങളിൽ നിന്ന് വളർന്നവർ തമ്മിലുള്ള വിവാഹങ്ങളെ പൊതുവെ വിജയിക്കുള്ളൂ എന്നായിരുന്നു അച്ഛന്റെ അഭിപ്രായം. അത് കണക്കിലെടുക്കാതെ മുൻമോഹത്തിന് കീഴ്പ്പെട്ടാൽ 2 ജീവിതങ്ങൾ നശിക്കാനാണ് സാധ്യത എന്ന് അച്ഛൻ വിശ്വസിച്ചിരുന്നു എന്ന് ഐഷ ഗോപാലകൃഷ്ണൻ പറയുന്നു. അദ്ദേഹത്തിന്റെ ഒരു ലോകവീക്ഷണം അങ്ങനെ ആയിരുന്നു. വിവാഹത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് ഇങ്ങനെയുള്ള അദ്ദേഹത്തിൻ്റെതായ കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. അത് ശരിയാവാം തെറ്റാവും, വേറെ ചർച്ച ചെയ്യേണ്ട വിഷയം എന്ന് വെച്ച് അംബേദ്കറിന്റെ പ്രൊജക്ട് അട്ടിമറിക്കാൻ ശ്രമിച്ച ഒരാളാവുന്നില്ല അയ്യപ്പൻ്റെ അർത്ഥം. വീട്ടിയുടെ ഈ സമ്പൂർണ്ണകൃതികളിൽ പിന്നെ കർമ്മവിഭാഗം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ഒരു ആത്മകഥയിൽ പറയുന്നൊരു അദ്ദേഹത്തിന്റെ ഒരു ഓർമ്മയുണ്ട്. ആദ്യ വിവാഹം കഴിക്കുകയാണ്. മാധവിക്കുട്ടി എന്ന് പറഞ്ഞൊരു ഒരു വാരസ്യാരെ വിവാഹം കഴിച്ചു. കുട്ടികളുണ്ടായിരുന്നു, 1-2 കുട്ടികളുണ്ട്. 2 കുട്ടികളെന്ന് എനിക്ക് തോന്നുന്നു. രണ്ടാമത്തെ ഗർഭിണിയായിരിക്കുന്ന സമയത്താണ് അദ്ദേഹം അവർ ഉപേക്ഷിക്കുന്നത്. കൃത്യമായി പറഞ്ഞാൽ വലിയ മിസോജിനിയാണ് അദ്ദേഹം കാണിച്ചത് വീട്ടിൽ. അപ്പോൾ ഒരുപാട് പുഴുക്കുത്തുകൾ ഇവർക്കൊക്കെ അങ്ങനെ ഈ പ്രശ്നങ്ങളുണ്ട്, ഇല്ലാന്ന് പറയാൻ പറ്റില്ല. അതേ രാത്രി കുടുംബാംഗങ്ങൾ പരിശീലനരായി ഉറങ്ങിക്കിടക്കുമ്പോൾ ഇത് അദ്ദേഹം ഏറ്റുപറയാണ്. പിന്നെ ആ കുറ്റമൊക്കെ അദ്ദേഹം പോയി പിന്നെ സുജാതി വിവാഹം തന്നെ കഴിക്കുകയാണ്. വാര്യത്തെ കൂടി കൈത്തിരിയുടെ നേരിയ നാളം ജനലഴിയിലൂടെ കാണപ്പെട്ടു. എല്ലാവരെയും ഞാൻ വിളിച്ചുണർത്തി. ഉറക്കപ്പച്ചിൽ കളങ്ങിയ കണ്ണും ഉലഞ്ഞ ഉടുപടവുമായി മാധവിക്കുട്ടി പ്രത്യക്ഷപ്പെട്ടു. ഞാൻ ഈ അസമയത്ത് വെറുതെ കയറി വരില്ലല്ലോ, ഒരു കാര്യം ഇപ്പോൾ തീർച്ചപ്പെടുത്തണം. സൂര്യോദയത്തിന് കാത്തു നിൽക്കാനിടയില്ല. ഞാൻ പറഞ്ഞു, ഒന്നുകിൽ തറവാട് ഏറ്റെടുക്കണം, അദ്ദേഹത്തിന് വീട്ടിൽ ഏറ്റെടുക്കാതിരിക്കാൻ വയ്യ, അല്ലെങ്കിൽ പുതിയ കുടുംബം കെട്ടിപ്പടുക്കണം. മാധവിക്കുട്ടി എന്റെ കൂടെ പറയാൻ തയ്യാറുണ്ടോ? വന്നാൽ ഉള്ളതുകൊണ്ട് മാനമായി ജീവിക്കാം, അല്ലെങ്കിൽ നിന്നെയും ഞാൻ ഉപേക്ഷിക്കും. ജ്യേഷ്ഠൻ പെരുവഴിയിലാക്കി കുടുംബാംഗങ്ങളെ ശുശ്രൂഷിക്കാൻ സഹായിക്കുമായി എനിക്ക് നമ്പൂരി സ്ത്രീയെ വേളി കഴിക്കേണ്ടി വരും. ഈ വണ്ടി മാറി കയറാൻ എനിക്ക് പറ്റുമല്ല, ജീവിക്കാൻ വേണ്ടി അതും ചെയ്യേണ്ടി വരും. എല്ലാം അവൾ നിശബ്ദയായി കേട്ടു. ഒറ്റ അക്ഷരവും പുറത്തു വന്നില്ല. പിന്നെ അവൾ അലമുറ കരഞ്ഞു, എനിക്ക് നാൾ തെറ്റിയിരിക്കുന്നു, എന്നെ രക്ഷിക്കാൻ ഒരു വാൽമീകാരി വന്നെങ്കിൽ പറയുന്നു. മാധവി പറയുന്നു. അപ്പോൾ ഇതിനർത്ഥം ഒരു വളരെ മിസോജിനി മാത്രമാണ് വീട്ടിയെന്നല്ല, അതിവായനകൾ വേണ്ടെന്ന്. ഇങ്ങനത്തെ പ്രശ്നങ്ങൾ എല്ലാവർക്കും ഉണ്ട്. നീലക്കുയിലിന്റെ സൃഷ്ടാക്കളുടെ ആധുനിക ബോധത്തിനും പരിമിതിയിലുണ്ടായിരുന്നു. ഇവിടെ നമുക്ക് കാണാം, അദ്ദേഹം രാമായണമാണ് വായിക്കുന്നത്. മരിക്കുന്ന രംഗത്തൊക്കെ വലിയ രാമായണം വായിക്കുന്നതും ഒക്കെ കാണാം. രാമായണം എന്ന് പറഞ്ഞ വസ്തുത്തിൽ പ്രതിനിധീകരിക്കുന്നത് തന്നെ വളരെ പുരാതനമായ ജാത്യധിഷ്ഠിതമായ ഒരു സമൂഹത്തിന്റെ ലോകവീക്ഷണം തന്നെയാണ് അധ്യാത്മ രാമായണം അടിമുടി പ്രദർശിപ്പിക്കുന്നത്. ബ്രാഹ്മണ സ്തുതി ഒക്കെ ആയിട്ട് തന്നെയാണ്. അതൊക്കെയാണ് അദ്ദേഹം വായിക്കുന്നത് വളരെ കാര്യമായിട്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു നിരവധിയുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഈ വീട്ടിലൊരാളില്ലെങ്കിൽ സ്ത്രീകളോടുള്ള സമീപനം, ഇങ്ങനെ ഒരുപാട് പരിമിതികൾ അവർക്ക് കാണാനുണ്ട്. കുട്ടി അടിക്കുന്നതാണ്. കുട്ടിയെ എന്നാൽ അടിക്കപ്പെടാൻ അർഹനാണ് എന്നുള്ളതാണ് അവിടെ. കുട്ടിക്ക് അവൻ്റെ ഒരു മനുഷ്യാവകാശം ഉണ്ട് എന്നുള്ള ധാരണയില്ല. കുട്ടിയെ അടിച്ചുകൊണ്ട് നീ ഗുരുക്കന്മാരെ ദ്രോഹിക്കുകയാണ് എന്നാണ്. മാസ്റ്റർ വാച്ച് വലിച്ചെന്ന് പറഞ്ഞ് ഈ കുട്ടിയെ അടിക്കുകയാണ്. അപ്പൊ ഇത്തരത്തിലുള്ള പരിമിതികൾ ഇത് എങ്ങോട്ട് പോകുന്നു എന്നുള്ളിടത്താണ് പ്രശ്നം ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ ഈ തരത്തിലുള്ള പരിമിതികൾ, ഈ അന്ധബിന്ദുക്കൾ പടരുന്നോ ചുരുങ്ങുന്നോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അന്ധബിന്ദുക്കൾ ഇല്ലാത്ത ആൾക്കാരില്ല, പ്രസ്ഥാനങ്ങളുമില്ല. ഇത് കാലക്രമത്തിൽ ഇത് കൂടുതൽ വെളിച്ചം തട്ടാനും കൂടുതൽ വികസിപ്പിക്കാനും പാർശ്വവൽക്കൃതരെ കൂടി ഉൾക്കൊള്ളാനും ശ്രമിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ട വിഷയം എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ ഗുരുക്കന്മാരെ ദ്രോഹിക്കുകയാണ് എന്ന് പറയുന്ന 54 ഗുരുദ്രോഹം തെറ്റാണെന്ന് വിചാരിക്കുന്ന ആള് 977 ജഗദ്ഗുരു ആദിശങ്കർ എന്നുള്ള പടെടുക്കുമ്പോൾ അതൊരു പ്രശ്നമാണ്. പക്ഷെ എന്ന് വെച്ച് നമ്മൾ ആധുനികതയെ അവർ മനസ്സിലാക്കിയത്, കേരള ആധുനികത ഉറൂബും പിന്നെ പി ഭാസ്കരനും രാമു കാര്യാട്ടും അടങ്ങിയ അന്നത്തെ ചെറുപ്പക്കാർ മനസ്സിലാക്കിയ ആധുനികതാ ബോധം അമ്പേ സ്ത്രീ വിരുദ്ധമായിരുന്നു, അമ്പേ ദളിത് വിരുദ്ധമായിരുന്നു എന്ന് പറയുന്നതിൽ അതൊരു അതിവായനയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കേരളീയ ആധുനികതാബോധത്തിൽ ജാതീയവും ലിംഗപരവുമായ വിവേചനങ്ങളെക്കുറിച്ച് കുറേയേറെ അന്ധബിന്ദുക്കൾ നിലനിന്ന് പോകുന്നുണ്ട്. എന്നാൽ ബോധപൂർവമായി ലിംഗപരവും ജാതീയവുമായ പരമ്പരാഗത അതീശ വ്യവസ്ഥയെ നിലനിർത്താനും പോഷിപ്പിക്കാനുമാണ് കേരളീയ ആധുനികർ ശ്രമിച്ചത് എന്ന വാദത്തിൽ കഴമ്പില്ല. ഈ അന്ധബിന്ദുക്കളുടെ വ്യാപനവും ഫലത്തിൽ പാരമ്പര്യ സമൂഹത്തിലേക്കുള്ള പിന്മടക്കവും അത് പ്രതിലോമ ആധുനികത എന്നാണ് പറയുന്നത് പിൽക്കാലത്തുണ്ടായി. കാരണം ആധുനികത എന്നത് തീരാത്തൊരു പ്രൊജക്റ്റാണ്. മോഡേണിറ്റി ഈസ് എൻ അൺഫിനിഷ്ഡ് പ്രൊജക്ട് എന്ന് പറയുന്നത്.
ഈ പരിമിതികളെ തിരിച്ചറിയാനും മറികടക്കാനുമാണ് ശ്രമിക്കേണ്ടത്. ആധുനികത എന്ന ആശയത്തെ തന്നെ തള്ളിപ്പറയാനല്ല. അതാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത് ഇവിടെ. എൻ്റെ സുഹൃത്ത് സുരൻ നൂറിനാട്ടുകാരെയാണ് ഈ ലേഖനം എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. അദ്ദേഹത്തിന് നന്ദി. എല്ലാവർക്കും നന്ദി. നമസ്കാരം.